അരീക്കോടിന്റെ നെറുകയിൽ ഏറെയേറെ തലയുയർത്തി നിൽക്കുന്ന മൂർക്കനാട് സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം മൂകവും ഏറെ വൈകാരികവുമായ രംഗങ്ങൾക്ക് സാക്ഷിയായി. സ്കൂളിലെ പ്രശസ്തിയുടെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു കൂട്ടം അധ്യാപകർ അധ്യാപന ജീവിതത്തിന്റെ തിളക്കമുള്ള ഉത്തരവാദിത്തം പൂർത്തിയാക്കി സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന വേള കണ്ണീരിനും മധുരമുള്ള ഓർമ്മക്കുമുള്ള വൈകാരിക രംഗങ്ങൾക്ക് വേദിയായി. PT അബ്ദുള്ള മാസ്റ്റർ, MK അബ്ദുൽ അസീസ് മാസ്റ്റർ, BP സുകുമാരൻ മാസ്റ്റർ, P ശശികുമാർ മാസ്റ്റർ, PP ഷറഫുന്നീസ എന്നിവർക്കാണ് സ്കൂൾ വികാരനിർഭരമായി യാത്രയാക്കിയത്. സംസ്ഥാന തലത്തിൽ തന്നെ നിരവധി നേട്ടങ്ങൾ വ്യക്തിപരമായും സ്കൂളിന് വേണ്ടിയും നേടിയെടുത്ത പ്രഗത്ഭരായ അധ്യാപകരാണ് സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്നത്. നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നാസിഹ. ആശംസകൾ അർപ്പിച്ചും സദസ്സിനെ നെഞ്ചോട് ചേർത്തും സിനി സ്ക്രീൻ ആർട്ടിസ്റ്റ് വിനോദ് കോവൂർ വൈകാരിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി മൂർക്കനാട് സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ്. History section, Abdullah PT. So welcome to this program, Abdullah sir. PT അബ്ദുള്ള മാസ്റ്റർ, MK അബ്ദുൽ അസീസ് മാസ്റ്റർ, BP സുകുമാരൻ മാസ്റ്റർ, P ശശികുമാർ മാസ്റ്റർ, PP ഷറഫുന്നീസ എന്നിവർക്കാണ് സ്കൂൾ വികാരനിർഭരമായി യാത്രയാക്കിയത്. യാത്രയയപ്പ് പരിപാടി ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് ഊർങ്ങാട്ടിരി മേഖലയിൽ വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിന്ന ഈ മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ മികച്ച അധ്യാപകർ വിരമിക്കുന്നതിൽ മനസ്സ് ഏറെ തപ്തമെന്ന് ഉദ്ഘാടകൻ. അധ്യാപന ജീവിതത്തിന്റെ ഒരു പിടി നിറമുള്ള ഓർമ്മകൾ ഓർത്തെടുത്ത് വിരമിക്കുന്ന അധ്യാപകർ. ഏറനാടൻ നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും. നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്താനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും പ്രിയപ്പെട്ട KT അഷ്റഫുക്ക, പ്രിയപ്പെട്ട നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട ഹൈസ്കൂൾ HM, പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഇന്ന് വിരമിക്കുന്ന 5 അധ്യാപകര്. മൂർക്കനാട് സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്ക് PTA ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ഊർങ്ങാട്ടിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് PT അബ്ദുള്ള മാസ്റ്റർ, MK അബ്ദുൽ അസീസ് മാസ്റ്റർ, BP സുകുമാരൻ മാസ്റ്റർ, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് P ശശികുമാർ മാസ്റ്റർ, PP ഷറഫുന്നീസ എന്നിവരാണ് വിരമിച്ചത്.
PTA-യും പൂർവ്വ വിദ്യാർത്ഥികളും വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം നൽകി. ദേശീയ തലത്തിൽ ശ്രദ്ധേയ നേട്ടം കൈവരിച്ച കായിക താരങ്ങളായ മിൻഹ മറിയം, ശ്രേയ, കോച്ച് സഫ്നീത് എന്നിവരെയും ആദരിച്ചു. PTA പ്രസിഡന്റ് മനാഫ് അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് വിനോദ് കോവൂർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ അഹമ്മദ് സവാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം അനൂപ്, ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ അഹമ്മദ് സവാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം അരൂപ്, SMC ചെയർമാൻ സൈദലവി, സ്കൂൾ മാനേജർ ബഷീർ മാസ്റ്റർ, KM ജോസ്, റൌഫ്, ശശികുമാർ, യൂനസ്, സംഗീത, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക നസീറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം. ഈ ഒരു പരിപാടി അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ PTA പ്രസിഡന്റ് മനാഫ് സാർ, വളരെ ഭംഗിയാക്കി തീർക്കുന്ന മനാഫ് സാറിനെ ഈ ഒരു സ്കൂളിൻ്റെ പേരിലും കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ അഹമ്മദ് സഹാദ് സാറിനെ ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ടിയും സ്കൂളിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം അഷ്റഫ് സർ, അതേപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിനും ഈ ഒരു സ്കൂളിൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് സ്കൂളുകളിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ദിവസങ്ങളായിട്ടല്ല, കുറേ വർഷങ്ങളായിട്ട്. ഇപ്പം പല സ്കൂളുകളുടെയും വാർഷികവും ഇങ്ങനെയുള്ള യാത്രയപ്പ് വേളയും നടക്കുകയാണ്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ഒരു സ്കൂളിലായിരുന്നു, മിനിഞ്ഞാന്ന് കൊയിലാണ്ടിയിലായിരുന്നു. അങ്ങനെ ഓരോ ദിവസം ഓരോ സ്കൂളിലായിട്ട് ഇന്നിപ്പം വ്യസനമാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും സങ്കടമുള്ള ദിവസമാണ്. ഞാനും ഇത് ഒരുപാട് അനുഭവിച്ചതാണ്. ഞാൻ പഠിച്ച സ്കൂളിലും നമുക്ക് പ്രിയപ്പെട്ട അധ്യാപകർ സ്കൂളിൽ വിട്ട് പോകുമ്പോൾ വല്ലാത്ത ഒരു നഷ്ടബോധം നമുക്കുണ്ടാവും. ഇനി അധ്യാപകർ നമ്മളെ പഠിപ്പിക്കാൻ ക്ലാസ്സിലേക്ക് വരില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത, ഒരു വിഷമം ഞാനത് ഒരുപാട് ഉൾക്കൊള്ളുന്നുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥികളും ഇപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രണ്ടാവുന്ന അധ്യാപകരിൽ എനിക്ക് നിങ്ങളുടെ ശശി സാറുമായിട്ട് മാത്രമാണ് ഒരു ആത്മബന്ധം ഉള്ളത്. മറ്റുള്ള സാറന്മാരെയൊക്കെ ഞാൻ ഇവിടുന്ന് കാണുന്നതാണ്. ശശി മാഷുമായിട്ട് ഞാൻ ദീർഘനാളത്തെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇവിടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിട്ടുണ്ടാവുക. സാറ് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്, എനിക്കറിയാം. സാറിൻ്റെ നാട് മലപ്പുറം ജില്ലയിൽ ആ സാറിൻ്റെ വീട്ടിനകത്ത് സമന്വയം എന്ന ഒരു സാറടക്കമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘടനയുണ്ട്. ആ സമന്വയം ഓരോ വർഷവും ഓരോ പ്രശസ്തർക്ക് അവാർഡ് കൊടുക്കും. അവരുടെ ആദ്യത്തെ അവാർഡ് അവരെനിക്കാണ്
തന്നത്. ആ അവാർഡ് വാങ്ങിക്കാൻ ചെന്ന അന്ന് മുതലാണ് ശശിമാഷുമായിട്ടുള്ള എൻ്റെ ബന്ധം. പിന്നെ ബന്ധം ഇങ്ങനെ തുടർന്ന് വരികയാണ്. എൻ്റെ കലാജീവിതത്തിലുള്ള എല്ലാ വളർച്ചയും ശശിമാഷിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അന്ന് അവിടെ നിന്ന് എനിക്ക് തന്ന അവാർഡ്, ഇപ്പം എനിക്ക് മൊത്തം ഒരു 63 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ശശിമാഷിയുടെ അവിടുന്ന് തന്ന അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ്. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിൽ ആ അവാർഡ് ഇങ്ങനെ കാണാം. വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കും, ഈ അവാർഡ് ആര് തന്നതാ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ മേലെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വായിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ സമന്വയം എന്ന് എഴുതി കണ്ടു. അതിനുശേഷം പലർക്കും ഈ അടുത്ത് നെഞ്ചിയമ്മക്ക് അവാർഡ് കൊടുത്തു അല്ലേ, അങ്ങനെ പലർക്കും അവാർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ശശിമാഷുമായിട്ടുള്ള ബന്ധം. ഇപ്പം ശശിമാഷും റിട്ടയർഡ് ലൈഫിലേക്ക് പോകണു, ബാക്കിയുള്ള അധ്യാപകരും പോകുന്നു. ഇനിയുള്ള കാലം അവർക്ക് സന്തോഷമാവട്ടെ. ഒരുപാട് കാലം കുട്ടികളെ പഠിപ്പിച്ചു. ഇനിയുള്ള കാലം അവർ സ്വസ്ഥമായിട്ട് കുടുംബത്തോടും കുട്ടികളോടും ഒക്കെ ഇരുന്ന് ചെലവഴിക്കാൻ പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു റിട്ടയർഡ് ആവുന്ന എല്ലാവരും വളരെ ചെറുപ്പക്കാരായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അത്ര പ്രായമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെയും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ സാധിക്കും. സ്കൂളിൽ നിന്ന് മാത്രമേ നമ്മളെ പിരിച്ചുവിടുന്നുള്ളൂ. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്, അവിടേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞതും കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഉറക്കമില്ല. രാത്രി ഇപ്പോൾ 11 മണിക്കൊക്കെയാണ് ചില സ്കൂളിലെ പരിപാടി കഴിഞ്ഞ് ട്രെയിനിൽ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ വീണ്ടും അടുത്ത സ്ഥലത്തേക്കുള്ള, ഇപ്പോഴും എൻ്റെ മൊബൈലിൽ ഒരു 8 ട്രെയിൻ ടിക്കറ്റ് ഇരിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്യാനുള്ള 1-ാം തീയതിയും 2-ാം തീയതിയൊക്കെ 2 സ്കൂളുകളാണ് ഓരോ ദിവസം. ഇന്നും എനിക്ക് നിലമ്പൂരിലൊരു സ്കൂളിൽ വൈകുന്നേരം ഒരു ചടങ്ങുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് രാത്രിയാണ് മടങ്ങിപ്പോകുന്നത്. ഉറക്കം വളരെ കുറവാണ്. യാത്ര ചെയ്യുന്നത് മുഴുവൻ AC കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ശബ്ദത്തിന് നല്ല പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ലൊരു ചുമച്ചു. അപ്പോൾ എൻ്റെ കൂടെ വന്ന് അദ്ദേഹം ചോദിച്ചു, അയ്യോ നല്ല ചുമയുണ്ടല്ലോ എന്ന്. പക്ഷെ പരിപാടി നടത്തുമ്പം അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പാട്ട് പാടുമ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പടച്ചോൻ എൻ്റെ കൂടെ ഉണ്ട്. മറിമായവും MAT മൂസയും എൻ്റെ കലാജീവിതത്തിൽ എനിക്കുണ്ടാക്കി തന്ന സൽപ്പേര് വലുതാണ്. കുട്ടിക്കാലത്ത് അസുഖമൊക്കെ വന്ന അച്ഛൻ്റെ കൂടെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഡോക്ടർ ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് ടെലസ്കോപ്പൊക്കെ വെച്ച് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ അസുഖത്തെ പറഞ്ഞ ഡോക്ടറെ മൊത്തയ്ക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ ഉള്ളിനുള്ളിൽ ഭാവിയിൽ ഡോക്ടറായിരുന്നെങ്കിൽ എന്ന് മോഹിച്ചു. വക്കീലിനെ കാണുമ്പോൾ വക്കീല വലിയ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ വക്കീലായാലോ എന്ന് തോന്നും. പോലീസുകാരെ ഇൻസ്പെക്ടർമാരൊക്കെ കാണുമ്പോൾ ആ വേഷം ധരിച്ച് പോലീസ് ആവണമെന്ന് തോന്നും. കളക്ടർ ബൾബ് വെച്ച് കാറിൽ സഞ്ചരിക്കുമ്പോൾ കളക്ടർ ആവണമെന്ന് തോന്നും. ഇതൊക്കെ തോന്നലായിട്ട് മാറി. അവിടെ ഒന്നും ഞാൻ എത്തിയില്ല. പക്ഷേ ഈ കഥാപാത്രങ്ങളൊക്കെ മറുമായത്തിൽ ചെയ്യാൻ സാധിച്ചത് 100 തവണയെങ്കിലും ഞാൻ ഡോക്ടറായിട്ടുണ്ടാവും, 50 തവണയെങ്കിലും ഞാൻ ഇൻസ്പെക്ടറായിട്ടുണ്ടാവും. ആ ഭാഗ്യങ്ങളൊക്കെ ലഭിച്ചത് മറുമായത്തിൽ നിന്നാണ്. മമ്മൂക്കയുടെ ബ്രദർ എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുന്നത്. ഇങ്ങനൊരു കഥയുണ്ട്, വിനോദിനെ നായകനാക്കിയിട്ട് ചെയ്യണമെന്നാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചൊരു മീൻകാരനൊക്കെ ആയിട്ടൊരു നായകൻ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടാവുമോ, വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം വിനോദേ, ഒരു 20 എപ്പിസോഡ് ചെയ്തിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് നിർത്താം, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം ക്ലാസ് വരെ പഠിച്ച മീൻകാരൻ മൂസക്കായി നായകനായി. അപ്പം എന്നോട് പറഞ്ഞു, ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരു പെൺകുട്ടി വേണം, കാണാൻ മൊഞ്ചുള്ള, നന്നായിട്ട് കോഴിക്കോടൻ ഭാഷ പറയുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി, സുരഭി ലക്ഷ്മി എന്ന ലഡു. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു സുരഭി. ഞങ്ങൾ നാടകങ്ങളിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ പരിചയം. അവൾ പലപ്പോഴും എന്നോട് പറയുമായിരുന്നു, വിനോദേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ വലിയ കൊതിയുണ്ട്, എന്തെങ്കിലും പരിപാടി TV-യിൽ വരുമ്പോൾ എന്നെ വിളിക്കണം വിനോദേട്ട എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ സുരഭി ലക്ഷ്മിയെ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നത്. അവൾ വന്നപ്പം 10-ാം ക്ലാസ്സിലും +2-നും പഠിക്കുന്ന 2 കുട്ടികളുടെ ഉമ്മയായിട്ടാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ വിഷമായി. അയ്യോ, ഈ ചെറിയ പ്രായത്തിൽ ഞാൻ ഇത്രയും വലിയ കുട്ടികളുടെ ഉമ്മയായിട്ട് അഭിനയിക്കണമെന്നായി. പിന്നെ കഥയൊക്കെ കേട്ടപ്പം രസമുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ ഭാര്യയായിട്ട് അഭിനയിച്ചു. മക്കളായിട്ട് 2 പേര് വന്നു. ആ പരിപാടി ഒരു വലിയ വിജയമായിട്ട് മാറി. വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇന്ന് ആ പരിപാടി നിർത്തിയിട്ട് 7 വർഷമായി. പക്ഷെ ഇന്നും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വരുമ്പോൾ പത്തനാപുരത്തുനിന്ന് നിർത്തി ഒരു ചായ കുടിക്കാൻ 4 ഭാഗത്തുനിന്നും ആളുകൾ മൂസക്കായി എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. വിനോദെന്ന് ആരും വിളിക്കാറില്ല. മരിക്കണതിന് തൊട്ട് മുമ്പും എൻ്റെ അമ്മായും എന്നെ മൂസക്കായി എന്നാണ് വിളിച്ചിരുന്നത്, ഭാര്യയും എന്നെ മൂസക്കാന്ന് വിളിച്ചിരുന്നു. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ പേര് മറന്ന് മറ്റൊരു പേരിൽ നമ്മൾ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഈ മൂസ എന്നുള്ള പേര് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരിപാടി നടക്കുന്ന കാലത്തും അതിന് ശേഷമൊക്കെ ആയിട്ട്. കാരണം
ഞാനൊരു മുസൽമാനാണെന്ന് തെറ്റിദ്ധരിച്ച എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഗൾഫ് നാടുകളിൽ ചെന്ന വെള്ളിയാഴ്ച എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുപോലെ പല അമ്പലങ്ങളിലും എന്നെ കയറ്റാറില്ല. ഞാൻ ചെല്ലുമ്പോൾ പറയും ഇവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് എന്നെ പറഞ്ഞയക്കും. അങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, മൂസാനുഭവങ്ങൾ എന്ന പേരിൽ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു ഉമ്മയും ഒരു മോളും ഉണ്ട്. ഉമ്മ 82 വയസ്സുള്ളൊരു ഉമ്മയാണ്. ഉമ്മ മരിക്കുന്നതിന് മുമ്പ് മകനോട് പറഞ്ഞ മോനെ, എനിക്ക് ആ മൂസക്കായനൊന്ന് കാണ്ടീനിടാ മയ്യത്താവണതിന് മുമ്പ്, ഓനൊന്ന് പച്ചയോടെ കാണ്ടീന്, ഓനൊന്ന് തൊടണ്ടീനി. ഇത് ഈ മോൻ എൻ്റെ അടുത്ത് പറയണം. ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞതാണ്, എൻ്റെ ഉമ്മക്ക് എന്നെക്കാട്ടിഷ്ടം ഇങ്ങനെയാണ്. ഒരു മോൻ പറയുകയാണ്, എൻ്റെ ഉമ്മക്ക് എന്നെക്കാട്ടിഷ്ടം ഇങ്ങനെയാണ്. ഞാൻ വെച്ചാൽ അതെന്താ അങ്ങനെ? അതാ MAT മൂസ തുടങ്ങിയതിന് ശേഷം അതുവരെ എന്നെ ഇഷ്ടം, അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ഉമ്മക്ക് ആരുമല്ല. അപ്പോൾ മൂസക്കായ് എന്നേ ഉമ്മക്ക് പറയാനുള്ളൂ. ആ മൂസക്കായ് ചെയ്ത് കണ്ടുകിടാന്നല്ലേ അതുപോലെ ചെയ്തുകൊണ്ടിരാക്ക് എന്നൊക്കെ ചോദിക്കുന്നോട്. പിന്നെ വേറൊരു കാര്യം, നോമ്പ് കാലത്ത് 30 ദിവസം TV വെക്കാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് ഉമ്മയാണ് കുട്ടിക്കാലം മുതൽ. പക്ഷേ MAT മൂസ തുടങ്ങിയതിന് ശേഷം ഉമ്മ നിയമങ്ങളൊക്കെ തെറ്റിച്ച് ഉമ്മ 30 ദിവസവും TV വെക്കും, MAT മൂസ വെക്കും, വേറെ ഒന്നും വെക്കൂല. അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ ഉമ്മയിൽ വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഉമ്മ ഇപ്പം കിടപ്പായി, ഉമ്മയ്ക്ക് പ്രഷർ കൂടിയിട്ടൊരു ഭാഗം കുഴഞ്ഞു പോയി, ഇപ്പം കട്ടിലിൽ കിടക്കുകയാണ്, ഇപ്പം TV കാണാൻ പറ്റില്ല, തൊട്ടടുത്ത റൂമിലാണ് TV. MAT മൂസൻ്റെ സമയമാകുമ്പോൾ ഉമ്മ പറയും, ഉറക്ക വെക്കടാ, മൂസക്കാൻ്റെ ഒച്ചെങ്കിലും കേൾക്കട്ടെ എന്ന് പറയും. അത്രയും എന്നെ ഇഷ്ടപ്പെടുന്ന ഉമ്മയാണെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെന്നാ ഉമ്മയൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കൂടെ ഉമ്മയെ കാണാൻ ആ വീട്ടിൽ ചെന്നു. അത്ഭുതമാണ് കേട്ടോ. ആ ഉമ്മ എന്നെ കണ്ടപ്പം പടച്ച റബ്ബേ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഉമ്മ എൻ്റെ അടുത്തേക്ക് ഒരു വരവ് വന്ന് എന്നെ കൊണ്ട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് മോനോട് ചോദിച്ചു, ബഷീർ ഞാൻ കിനാവ് കാണുകയാണോ എന്ന് ചോദിച്ചു മോനോട്. മോൻ പറഞ്ഞു, കിനാവല്ല ഉമ്മ, നിങ്ങളുടെ മൂസക്കായാണ് നിങ്ങളെ മുന്നിൽ കുത്തിരിക്കണത്. അപ്പോൾ ഉമ്മ മോനോട് ചോദിച്ചത്, ഏടുന്ന് കിട്ടിയടാ എന്നാണ്. ഏടുന്ന് കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനിവിടെ ഒരു ഷൂട്ടിങ്ങിന് വന്നായിരുന്നു. അപ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞു, ഉമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, സത്യമാണ് മോനെ, മയ്യത്താണതിന് മുമ്പ് അന്നെന്ന് കാണുന്ന വലിയൊരു കൊതിയുണ്ട്, അത് തീർന്ന്, എനിക്ക് മയ്യത്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മയെ ചേർത്ത് വിളിച്ച് അവന് ഉമ്മ ഇപ്പോഴൊന്നും മയ്യത്താവില്ല ഉമ്മ, ഉമ്മക്ക് ദീർഘായുസ് കിട്ടും. അപ്പോൾ ഈ മരുമകൾ കരയുന്നു. അപ്പം ഞാൻ മരുമകളോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്, ചിരിക്കല്ലേ വേണ്ടത് ചോദിച്ചപ്പോൾ മരുമോട് പറഞ്ഞെന്തറിയോ, ഭക്ഷണം കൊടുക്കാനും ഗുളിക കൊടുക്കാനും ഞാനും ഇക്കാക്കയും കൂടി പിടിച്ച് പൊന്തിക്കണം ഉമ്മാനെ, നിങ്ങളെ കണ്ടപ്പോൾ ഒറ്റ കെണിയിട്ട് വന്നത് കണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കരഞ്ഞത്. അത്രയും ഇഷ്ടമാണ് ചിലർക്ക് ഈ കഥാപാത്രം. ഇനി ഒരു കാര്യം പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. 13 വയസ്സുള്ള ഫാത്തിമ എന്നൊരു മോള്, ആ മോളും മരിക്കുന്നതിന് മുമ്പ് എന്നെ കാണുന്ന ഡോക്ടറോട് ആഗ്രഹം പറഞ്ഞു. ഡോക്ടർ അതെന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ കുട്ടിയെ കാണാൻ ചെന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞത്, ക്യാൻസർ ബാധിച്ചിട്ട് മരിക്കാൻ കിടക്കുന്ന ഒരു മോളാണ് വിനോദേ, ഇനി ഒന്നും ചെയ്യാനില്ല, 4ാമത്തെ സ്റ്റേജിലാണ്, കുറച്ച് ദിവസം കൂടി ആ കുട്ടി ജീവിക്കുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. വിനോദിനെ കാണണമെന്ന് ആഗ്രഹം പറയണം. വിനോദിനെ ഭയങ്കര ആരാധികയാണ് കുട്ടി. ഞാൻ ഈ കുട്ടിയെ കാണാൻ ചെന്നപ്പം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. കുട്ടി എന്ന് പറയാനില്ല, ഒരു കോലം കട്ടലിങ്ങനെ കിടക്കുകയാണ്, ഒരു മെലിഞ്ഞ കോലം, ഒരു തല മാത്രമുണ്ട്, തലയിൽ ഒരു തരി മുടിയില്ല, എല്ലാം കീമോ ചെയ്ത് പോയിട്ടിരിക്കുകയാണ്. ഞാൻ ആ കുട്ടിയുടെ കൂടെ ബെഡിൽ പോയിരുന്നപ്പം ആ കുട്ടി സന്തോഷം കൊണ്ട് എഴുന്നേക്കാൻ നോക്കണം. അവൾക്ക് സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പറ്റില്ല. എണീക്കാൻ ശ്രമം നടത്തുകയാണ്. ഞാൻ അവളവിടെ പിടിച്ച് കിടത്തി, അവളെ 2 കൈയും ഞാൻ ചേർത്ത് പിടിച്ചു. അവിടെ കരയാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. ചുറ്റും ഡോക്ടറും നഴ്സുമാരും അവരുടെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്. ഡോക്ടറെ വെച്ച്, സന്തോഷമായോ, നിന്റെ മൂസക്കയ്യോ വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവള് സന്തോഷമായി, എനിക്ക് മയ്യത്തായാലും വേണ്ടില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ ആ കുട്ടി. അപ്പം ഞാൻ ആ കുട്ടിയുടെ വായ പൊത്തി, മയ്യത്താവും അവളെ രക്ഷപ്പെടുത്താൻ വൈദ്യശാസ്ത്രത്തിന് സാധിക്കില്ല എന്ന് വിധി എഴുതിയതാണ്. അങ്ങനത്തെ ഒരു മോളാണ്. ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു ഡോക്ടറോട്, എങ്ങനെയാണ് ഈ കുട്ടിക്ക് ക്യാൻസർ വന്നതെന്ന്. ഡോക്ടർ ആ കുട്ടിയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി, ഉമ്മ വാപ്പയുടെ മുഖത്തേക്ക് നോക്കി, എല്ലാവരും പരസ്പരം നോക്കി, ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ആ കുട്ടി എൻ്റെ കൈ പിടിച്ചിട്ട് പറയാം, മൂസക്കയ്യെ ഞാൻ പറയാം എനിക്ക് എങ്ങനെയാണ് ക്യാൻസർ വന്നതെന്ന്. എന്നിട്ട് ആ കുട്ടി എന്നോടൊരു കഥ പറയുകയാണ്. ഞാൻ കരഞ്ഞു പോയൊരു കഥയാണ്. 4ാം ക്ലാസ് പഠിക്കുമ്പം ഈ കുട്ടിയുടെ തുടയിടുക്കിൽ ഒരു കുരു വന്നത്രേ, ഒരു ചെറിയ കുരു.
കുട്ടി അത് ആരോടും പറഞ്ഞില്ല. 5ാം ക്ലാസ്സിലെത്തിയപ്പം ആ കുരു ഒന്നുകൂടി വലുതായി. അപ്പോഴും കുട്ടി ആരോടും പറഞ്ഞില്ല. 6ാം ക്ലാസ്സിലെത്തിയപ്പം ഒരുപാട് വലുതായി, നടക്കാൻ വരെ പ്രയാസം തോന്നുന്ന ഒരു സമയം വന്നു. അപ്പോഴും കുട്ടി ആരോടും പറഞ്ഞില്ല, ഒളിപ്പിച്ചു വെച്ചു. ഉമ്മയോട് പറയാമായിരുന്നു, പക്ഷെ ഉമ്മയോട് പറയാൻ പോലും നാണം. കാരണം ഇത് തുടയെടുക്കലല്ലേ. അപ്പം ഞാൻ എൻ്റെ അടിവസ്ത്രം കൂരിയിട്ട് ഉമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ ഒരു നാണം ഈ കുട്ടിക്ക്. ആ നാണം ആ കുട്ടിയെ കൊണ്ട് എത്തിച്ചത് മരണത്തിലാണ്. 8ാം ക്ലാസ്സിലെത്തിയപ്പം ഈ കുരു പൊട്ടിയിട്ട് അതിൽ നിന്ന് ചോരയും ചലവും ഒഴുകാൻ തുടങ്ങിയ സമയത്ത് ഇനി പറഞ്ഞാതിരുന്നാൽ അബദ്ധമാവും എന്ന സമയത്താണ് ഈ കുട്ടി ഉമ്മയോട് പറയുന്നത്, ഉമ്മ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഉമ്മ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയിട്ട് ഈ കുട്ടി ഇത് കാണിച്ചു കൊടുത്തു. ഈ കാണിച്ചു കൊടുത്ത ഉടനെ ഈ ഉമ്മ തല കറങ്ങി വീഴുകയാണ് ഉണ്ടായത്. ഉമ്മ തല കറങ്ങി വീണു. കുട്ടി ഉറക്കെ കരഞ്ഞു. അടുത്ത വീട്ടിലെ ആളുകളെ കൂടി വന്നു. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കുട്ടി വരണു, ഉമ്മ തലകറങ്ങി വീണു. ഉമ്മ എന്തിനാ തലകറങ്ങി വീണെന്ന് അറിയുന്നില്ല. ഉടനെ ഉമ്മയുടെ മുഖത്ത് വെള്ളം കൊണ്ട് തെളിക്കുന്ന ആളുകൾ ഉമ്മ ഞെട്ടി ഉണർന്ന ഉമ്മ ഈ കുട്ടിയുടെ മുഖത്ത് അടിക്കുകയാണ്. നാട്ടുകാരും അടുത്തുള്ള വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നു. ഉമ്മക്ക് സഹിക്കുന്നില്ല. ഉമ്മ എന്തിനാണ് അടിച്ചത് ആ കുട്ടിയെ? എന്തിനാടി ഇത് ഒളിപ്പിച്ച് വെച്ചത് ഇത്രയും കാലം? കാരണം ഉമ്മ പറയുന്നു, ആ തൊടയിടുക്കിൽ ഒരു ദ്വാരം പ്രത്യക്ഷപ്പെട്ടു, ഒരു വലിയ പൊത്ത് പോലെ. അത് കണ്ടിട്ടാണ് ഉമ്മ കരഞ്ഞു വീണത്. കുട്ടി സങ്കടവും നാണം കൊണ്ടാണ് ഉമ്മ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉമ്മ ഉടനെ ഉപ്പയെ വിളിക്കണു. മോളെ കാറിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോകണു. 2 മണിക്കൂർ കൊണ്ട് ഡോക്ടർമാർ വിധി എഴുതി ക്യാൻസറാണ്, 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തി, തലച്ചോറ് വരെ കടന്നുപോയി എന്ന്. എന്നിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞത്, മൂസക്കായി ഇനി ഏത് സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോകുമ്പോഴും കുട്ടികളോട് പറയണം, അമ്മമാരിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഉമ്മമാരെപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. അവരോട് എന്തും പറയാനുള്ള ധൈര്യം ഉണ്ടാവണം മക്കൾക്ക്. അപ്പം നിങ്ങൾക്ക് ദുരന്തങ്ങളൊന്നും സംഭവിക്കില്ല. ഫാത്തിമ എന്നോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. സ്വർഗത്തിലിരുന്ന് ഫാത്തിമ കാണുന്നുണ്ടാവാം ഞാനിപ്പം നിങ്ങളുടെ സ്കൂളിൽ വന്ന് നിങ്ങളോട് ഈ കഥ പറയുന്നത്. ഇനി ആർക്കും ഫാത്തിമയുടെ ഗതി ഉണ്ടാവരുത് മക്കളെ. ഫാത്തിമ നന്നായി പഠിക്കാൻ മിടുക്കിയായിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന മോളായിരുന്നു. അവളുടെ മരണം ആ സ്കൂളിനെ മൊത്തം വേദനയിലാഴ്ത്തി. അവളുടെ ഉമ്മയ്ക്ക് ഇപ്പോഴും മോചനം കിട്ടിയില്ല അവളുടെ മരണത്തിൽ. ഒറ്റ മോളാണ്. എങ്ങനെ സഹിക്കുമോ ഉമ്മ? ഉമ്മ പറയും, പെരുന്നാളൊക്കെ വരുമ്പോൾ എൻ്റെ മൂസക്കായി വീട്ടിലെ പലഹാരം മുഴുവൻ ഉണ്ടാക്കേണ്ട മോളാ, എന്നെ തൊടിയെങ്കിലോട് എല്ലാ പണിയും ചെയ്തോളും വീട്ടിൽ. അത്ര മിടുക്കിയായിരുന്നു. അത്ര മിടുക്കുള്ളതുകൊണ്ടാവാം പഠിച്ചവൻ അവളെ നേരത്തെ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ അവളെ കാണാൻ ചെന്ന് പിരിയുന്ന സമയത്ത് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവളെൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, ഇനി എന്നാ വരികയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ നാളെയും വരാം. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്. എൻ്റെ വീട്ടിൽ നിന്നൊരു കിലോമീറ്റർ ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ നാളെയും വരാം മോളെ. പിറ്റേന്നും ഞാൻ ഈ കുട്ടിയെ കാണാൻ ചെന്നു. അവൾക്ക് സന്തോഷമായി. ഞാൻ അവൾക്ക് പാട്ട് പാടി കൊടുത്തു, തമാശ പറഞ്ഞു കൊടുത്തു, അവളെ ചിരിപ്പിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഞാൻ അവളെ കാണാൻ ചെന്നപ്പം അവളിൽ പല മാറ്റങ്ങളുണ്ടായി. ഡോക്ടർമാരൊക്കെ അത്ഭുതപ്പെട്ടു. ഒരു മരുന്നും കൊടുക്കാതെ മരിക്കാൻ ഇനി 6 ദിവസമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ കുട്ടി 10 ദിവസവും 15 ദിവസവും പിന്നിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. എന്നെ കാത്തിരിക്കുന്ന മോള് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉമ്മയോട് ചോദിക്കുന്ന, മൂസക്കായി എപ്പോഴാണ് വരും അമ്മേ എന്ന് ചോദിക്കുന്നു. അപ്പം ഉമ്മ ഒരു മൂസക്കായ്ക്ക് ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടെന്ന് വൈകുന്നേരം വരുള്ളൂ കേട്ടോ. എന്നാൽ വൈകുന്നേരം ഞാൻ ചെല്ലും. അങ്ങനെ ഒരു 30 ദിവസം വരെ എത്തിയപ്പം ഈ കുട്ടിയുടെ പിറന്നാൾ വന്നു. ഞാൻ ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മറ്റന്നാൾ പാത്തുവിൻ്റെ പിറന്നാളാണ് മൂസക്കായി എന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നമുക്ക് ഈ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അടുത്ത ഒരു പിറന്നാളിന് അവൾ ഉണ്ടാവില്ലല്ലോ, നന്നായിട്ടൊന്ന് ആഘോഷിക്കണം. എല്ലാ ചിലവും ഞാൻ ഏറ്റു. അങ്ങനെ ഞാൻ കേക്ക് ഏൽപ്പിക്കുന്നു. അവൾക്ക് വേണ്ടി വലിയൊരു പാവക്കുട്ടിയെ വാങ്ങുന്നു. എല്ലാവർക്കും അവിടെ ബലൂണൊക്കെ വാങ്ങി ഡെക്കറേറ്റ് ചെയ്യാൻ പറയുന്നു. അന്ന് രാവിലെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിനോദേ ആ കേക്ക് ക്യാൻസൽ ചെയ്തേക്കൂ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഡോക്ടറെ? അവള് ഉണരുന്നില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയതാണ്. സാധാരണ 6 മണിക്ക് എഴുന്നേൽക്കുന്ന മോള് ഇന്ന് 9 മണിയായിട്ടും ഉണർന്നിട്ടില്ല. വിളിച്ചിട്ട് അറിയുന്നില്ല. മരിച്ചിട്ടില്ല. പൾസുണ്ട്, പക്ഷേ മരിച്ചിട്ടില്ല. പക്ഷെ അവൾ വിളി കേൾക്കുന്നില്ല. അവൾ കണ്ണു തുറക്കാതെ എങ്ങനെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ കേക്ക് വിളിച്ച് ക്യാൻസൽ ചെയ്തു. മറ്റുള്ള ആഘോഷങ്ങളൊക്കെ നിർത്തിവെച്ചു. അവൾക്ക് ഞാൻ വലിയൊരു പാവക്കുട്ടിയെ വാങ്ങിച്ചിരുന്നു. ആ പാവക്കുട്ടിയുമായിട്ട് ഞാൻ അവിടെ ചെന്നു.
ഞാനവിടെ ചെന്നപ്പോൾ ഉമ്മയുടെ അലമുറയിട്ട കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത്. ഉമ്മ എന്നോട് പറഞ്ഞു, മുസക്കായി എങ്ങളൊന്ന് വിളിച്ചു നോക്കി, എൻ്റെ മോള് ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കണില്ല. ഞാൻ അവളുടെ ചുവട്ടിൽ പോയിട്ട് 3 തവണ വിളിച്ചു, പാത്തു വന്നു. 3ാമത്തെ വിളിക്ക് അവൾ വിളി കേട്ടു. എല്ലാവർക്കും ആശ്വാസമായി. ഡോക്ടറും പറഞ്ഞു ഇനി അവൾ എഴുന്നേറ്റോളൂ. പക്ഷെ എനിക്കന്ന് ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ആ പാവക്കുട്ടിയെ അവളുടെ കട്ടിലിൽ വെച്ചിട്ട് ഉമ്മയോട് യാത്ര പറഞ്ഞ് ഞാൻ പോയി. ഉണരുമ്പം അവൾക്ക് കൊടുക്കണം, ഞാൻ തന്നാന്ന് പറഞ്ഞു. രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയപ്പം ഈ പാവക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പാത്തുമോട് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ അവൾക്ക് അവളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. അതായിരുന്നു എൻ്റെ സമ്മാനം. പിറ്റേ ദിവസം അവൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, എന്തായാലും ഞാൻ മയ്യത്താവും മുസക്കായി, എനിക്ക് അതിന് മുമ്പ് എൻ്റെ പേരൊന്നും കൂടി കാണണം, എൻ്റെ പേരൻ്റെ മുറ്റത്ത് എനിക്ക് ഒന്നുകൂടി ഇരിക്കണം. ഡോക്ടറോട് ഉമ്മ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇവിടുന്ന് അനങ്ങാൻ പറ്റൂല, ഈ സിറ്റുവേഷനിൽ ആ കുട്ടീനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മൂസക്കായി പറഞ്ഞാൽ ഡോക്ടർ കേൾക്കുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താ വിനോദം പറയുന്നത്, ആ കട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ മയ്യത്തായി പോകും. ഞാൻ പറഞ്ഞു സാരമില്ല, എൻ്റെ റിസ്കിൽ അവളെ വീട്ടിൽ കൊണ്ടുപോകണം. അവളുടെ വീട്ടിൽ നിന്നാണ് മരിക്കുന്നതെങ്കിൽ അത്രയും നല്ലതാണ്. ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കുന്നതിനേക്കാൾ ഇഷ്ടം കുട്ടിക്ക് അതായിരിക്കാം. ഇനി വഴിയിൽ വെച്ചാണ് മരിക്കണമെങ്കിൽ, ആംബുലൻസിൽ വെച്ചാണ് മരിക്കണമെങ്കിൽ അതും ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആംബുലൻസിൽ അവളെ സ്ട്രെച്ചറിൽ കയറ്റി ഞാനും അവളുടെ ഉപ്പയും അവളുടെ 2 ബന്ധുക്കളും ചേർന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൻ്റെ മുറ്റത്ത് അവളെ എടുത്ത് കിടത്തി. അവൾ കിടന്ന കിടപ്പിലിരുന്നിട്ട് അവളുടെ വീടും ചുറ്റുപാടൊക്കെ കണ്ട് അവളുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു വലിയ മാവുണ്ട്. ആ മാവിൽ നിറയെ മാങ്ങയാണ്. അവളുടെ ഉപ്പയോട് പറയണം, ഉപ്പ ആ മാങ്ങയൊക്കെ പറിച്ചിട്ട് മൂസക്കായിൻ്റെ കാറിലേക്ക് ഇട്ട് കൊടുക്കുകയും. അപ്പോഴേക്ക് ഒരാൾ മാവിൻ്റെ മേലെ കയറി ഒരുപാട് മാങ്ങ പറിച്ച് അതൊരു ചാക്കിലാക്കി എൻ്റെ കാറിൽ വെക്കുന്നു. വീട്ടിലൊരു 4 മണിക്കൂർ ചെലവഴിച്ചു അവൾ. ഞാൻ പറഞ്ഞു ഇനി പോവാം, നിൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നു. ഹോസ്പിറ്റലിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് നിന്നെ കൊണ്ടുവന്നത്, നമുക്ക് തിരിച്ചു പോവാം. അവൾ കൈകൂപ്പി, മതി മൂസക്കായി പോവാം. അങ്ങനെ തിരിച്ചവൾ ഹോസ്പിറ്റലിലാക്കി. പിന്നെ അങ്ങോട്ട് ഒരു 10 ദിവസം ഒരു ഷൂട്ടിങ്ങിനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു എനിക്ക്. യാത്ര പറയുമ്പം അവൾ കരഞ്ഞു, മൂസക്കായി വരുന്നതിന് മുമ്പ് ഞാൻ മയ്യത്താവും, ഇനി മൂസക്കായിക്ക് എന്നെ കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ വരും, ഞാൻ നിന്നെ വീണ്ടും കാണും. ഡോക്ടർ പറഞ്ഞു സാരമില്ല മോളെ, മൂസക്കായി പോട്ടെ, നമുക്ക് വീഡിയോ കോൾ വിളിച്ച മൂസക്കായിയെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പം അവിടെ സമ്മതിച്ചില്ല. വീഡിയോ കോളിൽ എനിക്ക് മൂസക്കായിനെ കാണണ്ട, എനിക്ക് മൂസക്കായിനെ തൊടണം, മൂസക്കായുടെ കയ്യിൽ പിടിക്കണമെന്ന് പറഞ്ഞു. അവൾ സാധിക്കുമോ? ഓരോ ദിവസം കഴിയുന്നവരും ഡോക്ടർ പറഞ്ഞു വളരെ മോശമായിട്ട് വരികയാണ് വിനോദ, അവള് വെള്ളം പോലും കുടിക്കുന്നില്ല, പ്രതിഷേധത്തിലാണ്. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വരാൻ യാതൊരു നിർവാഹവുമില്ല. 7ാം ദിവസമായപ്പം ഡോക്ടർ പറഞ്ഞു അവിടെ പോയി. ഇന്ന് കാലത്തായിരുന്നു. ഞാൻ സംവിധായകനോട് പെർമിഷൻ ചോദിച്ചു, ഇങ്ങനൊരു മരണമുണ്ട്, എനിക്കൊന്ന് കോഴിക്കോട് വരെ പോകണം. സംവിധായകൻ സമ്മതിച്ചില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവസാനമായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ. പിന്നീട് ഞാൻ അവിടെ ഇരിക്കുന്ന എൻ്റെ വിഷമവും സങ്കടവും കണ്ട് സംവിധായകൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിർബന്ധമാണോ വിനോദം ചോദിച്ചു. ഞാൻ പറഞ്ഞ അത്രയും ബന്ധമുള്ളൊരു കുട്ടിയാണ് സാറേ, അതുകൊണ്ടാണ്. ആ സിനിമയിൽ മമ്മൂക്ക ഉണ്ടായിരുന്നു. മമ്മൂക്ക കണ്ടിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഈ കുട്ടിയെക്കുറിച്ച് പോസ്റ്റ് ഇടുന്നത്, ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മമ്മൂക്കയോട് ഞാൻ പോയി പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു നീ എന്തായാലും പോകണം. പെർമിഷൻ മമ്മൂക്കയാണ് മേടിച്ചത് എനിക്ക്. അങ്ങനെ ഞാൻ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. പക്ഷേ യാത്രയുടെ പകുതി എത്തിയപ്പോഴേക്കും അവളുടെ ഉപ്പ എന്നെ വിളിച്ചു, മൂസക്കായിയെ മയ്യത്തെടുക്കണം പെട്ടെന്ന്, കാരണന്മാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ചുവട്ടുന്നും മൂക്കുന്നും ഒക്കെ ചോര ഒലിക്കുകയാണ് മോളെ, എത്ര നേരം നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കുക. അപ്പം എനിക്ക് ആകെ സങ്കടമായി. പക്ഷെ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഞാൻ പറഞ്ഞു മയ്യത്തെടുത്തോളൂ, കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് എത്തിക്കോളൂ. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ബ്ലോക്കിലൊക്കെ കുടുങ്ങി രാത്രിയായി. കബറടക്കം കഴിഞ്ഞ് അവർ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത്. ഉമ്മ എന്നോട് പറഞ്ഞു മരിക്കണതിന് മുമ്പും മൂസക്കായി വന്നോ എന്ന് ചോദിച്ചിട്ടാണ് അവൾ മരിച്ചത്. ഞാൻ എൻ്റെ ബന്ധത്തിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും എനിക്ക് ഇത്രയും സങ്കടം തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ പാത്തു മരിച്ച ദിവസം അടക്കാനാവാത്ത സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ ഉപ്പയോട് പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, നാളെ രാവിലെ ഞാനിവിടെ വരും. 8 മണിക്ക് എനിക്ക് ട്രെയിനിൽ തിരിച്ച് പോകണം. ഞാൻ 6 മണിക്ക് വരും. അവളെ കബറടക്കിയ സ്ഥലത്ത് നമുക്കൊന്ന് പോകണം.
പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഞാൻ ആ വീട്ടിലെത്തി. ഞാനും ഉപ്പയും കൂടെ അവൾ ആ ഖബറിടക്കിയ സ്ഥലത്ത് ചെന്നു. ആ ഖബറിലിരുന്ന് ഞാൻ അവളോട് സംസാരിച്ചു. അവൾക്ക് പാട്ട് പാടിക്കൊടുത്തു, കരഞ്ഞു. അപ്പോൾ ഇന്നും പാത്തുവിൻ്റെ ഉമ്മയും ബാപ്പയും എന്നെ വിളിക്കാത്ത ദിവസങ്ങളില്ല. ഓരോ പെരുന്നാൾ വരുമ്പോഴും നോമ്പ് തുറക്കാൻ എന്നെ വിളിക്കും. അത്രയും വലിയൊരു ആത്മബന്ധമാണ്. സത്യത്തിൽ മൂസക്കായി എന്ന കഥാപാത്രത്തോട് ആ കുട്ടി കാണിച്ചൊരു ഇഷ്ടം വിനോദ് കപൂറിനോടല്ല, മൂസക്കായിനോടാണ് ഇഷ്ടം. ഇത്ര ആത്മാർത്ഥമായിട്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞതാണ്, വിനോദിന്റെ സാന്നിധ്യം കൊണ്ടാണ് ആ കുട്ടി ഒരു 40 ദിവസം കൂടി ജീവിച്ചത്. ഇല്ലെങ്കിൽ നേരത്തെ മരിച്ചു പോകുന്ന കുട്ടിയാണ്. വിനോദ് പോയപ്പോൾ കണ്ടില്ലേ, വിനോദ് പോയൊരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അവൾ ആകെ നെഗറ്റീവായി. അവൾ പോയി. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ് ഫാത്തിമ എന്ന പാത്തു. അപ്പോൾ പെൺകുട്ടികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരുമായിട്ട് നല്ല സൗഹൃദം പങ്കിടുക. നിങ്ങൾക്കൊരു രഹസ്യങ്ങളും വേണ്ട. ഉമ്മമാരുടെ മുന്നിൽ നിങ്ങൾക്കൊരു രഹസ്യങ്ങളും വേണ്ട. എല്ലാം പരസ്യമായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാനൊരു കലാകാരൻ മാത്രമല്ല, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ്. ഒരുപാട് സ്കൂളുകളിൽ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, അഭിനയം, നാടൻ പാട്ട് എന്നീ പല വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാറുണ്ട്, അമ്മമാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ഒരു 15 വർഷം മുമ്പൊക്കെ. ഇപ്പം കലയിൽ തിരക്കായതുകൊണ്ട് അതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ സംസാരിച്ചു പോകുന്നത്. എൻ്റെ സംസാരം കേൾക്കാനല്ല നിങ്ങളിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പോകുന്ന എല്ലാ സ്കൂളുകളിലും ഞാൻ ഫാത്തിമയുടെ ഈ കഥ പറയാറുണ്ട്. ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവണം. ഇനി ആർക്കും ഫാത്തിമയുടെ അവസ്ഥ ഉണ്ടാവരുത്. ഒരു നിമിഷം നമുക്ക് ഫാത്തിമയുടെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് രസകരമായ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. എല്ലാവരും വിട്ടില്ലേ? മൂട് വിട്ടില്ലേ? മഴ പെയ്യണം. എത്രത്തോളം മഴ പെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഭൂമിക്ക് ആശ്വാസമാണ്. പക്ഷെ പണ്ടത്തെ പോലെ മഴ ഇപ്പം ഇല്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മഴക്കാലം എന്ന് പറഞ്ഞാൽ അതൊരു കാലമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന റിട്ടയർഡാവുന്ന അധ്യാപകർക്കൊക്കെ അതറിയാം. 40 വർഷം മുമ്പുള്ള കേരളത്തിലെ മഴയും ഇടിയും എല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് മഴ പെയ്യുന്നത്. നേരവും കാലവും ഇല്ലാതെ മഴ പെയ്യുന്നു. നമ്മുടെ മക്കളെ നമ്മളെല്ലാവരും ചേർന്ന് മാഷന്മാരെ യാത്രയപ്പാണ്, മാഷന്മാരെ യാത്രയൊക്കെയാണ്. ഇന്ന് ശരിക്കും ഒരു മഴയൊക്കെ പെയ്യണം. പക്ഷെ മഴ പെയ്തിട്ടില്ല. പക്ഷെ നമ്മളിവിടെ ഒരു മഴ പെയ്യിക്കാൻ പോവുക, നമ്മളെല്ലാവരും കൂടി ചേർന്ന്. നിങ്ങളുടെ മക്കളും ടീച്ചർമാരും എല്ലാവരും ഒന്ന് കുട്ടിക്കാലത്തേക്ക് വരികയാണ്. എല്ലാവരും ഇടത് കൈ ഒന്ന് തുറന്നു വെക്കുക. കയ്യിലെ മൊബൈൽ ഫോണും ടവലും ഒക്കെ മാറ്റി വെച്ചേക്കണേ. കൈ രണ്ടും ഫ്രീ ആക്കുക എല്ലാവരും. എന്നിട്ട് ഇടത് കൈ ഒന്ന് തുറന്നു വെക്കുക. ഇങ്ങനെ മലർത്തി വെക്കുക. എന്നിട്ട് ചൂണ്ടുവിരൽ, വലത് കൈയിലെ ചൂണ്ടുവിരൽ മാത്രം കയ്യിൽ വെക്കുക. ഈ ചൂണ്ടുവിരൽ കൊണ്ട് നിശബ്ദതയിൽ ഒരക്ഷരം ആരും മിണ്ടരുത്. നമ്മൾ ഈ ഉള്ളം കൈയിൽ, ഈ ഇടത് കൈ, ഈ വിരൽ കൊണ്ട് നമ്മളിങ്ങനെ താളം പിടിക്കും. എല്ലാവരും താളം പിടിച്ചേ. എല്ലാവരും. ശക്തമായ ഒരു മഴയല്ല, ഒരു ചാറ്റൽ മഴ നിങ്ങളുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ പെയ്തു തുടങ്ങുകയാണ്. ഒരു ചെറിയ ചാറ്റൽ മഴയാണ്. കൈയടിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും. ചൂടുവിരലിന്റെ കൂടെ നടുവിരലും ചേർന്നോട്ടെ. മഴയ്ക്ക് ശക്തി കൂടി തുടങ്ങി. ഇപ്പം നൂല് പോലെ പെയ്യുന്നൊരു മഴയെ നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ കാണാം മക്കളെ. അപ്പം നമ്മുടെ ശ്രദ്ധയൊക്കെ ചെറുതായിട്ട് മാറി, പഠനത്തിൽ നിന്ന് മാറി നമ്മുടെ മഴയെ ശ്രദ്ധിച്ചു. ജനലിലൂടെ മഴയെ കാണുന്നു. മഴ നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ ഒരു കൗതുകമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നടുവിരലിന്റെ കൂടെ മോതിരവിരലും ചേരട്ടെ, 3 വിരൽ. മഴയ്ക്ക് ശക്തി കൂടി. ഇപ്പം സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതിലേക്ക് മഴത്തുള്ളികൾ വീഴുമ്പോൾ ചടി തെറിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. പെയ്യട്ടെ 3 വിരലിൽ പെയ്യട്ടെ. അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറത്തേക്കായിട്ടോ ക്ലാസ് റൂമിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. 4 വിരൽ ചേരട്ടെ. മഴയ്ക്ക് വീണ്ടും ശക്തി കൂടി. നല്ല മഴ. എന്ത് രസമാണ് മഴയെ കാണാൻ. ഇനിയും മഴ പെയ്താൽ ടീച്ചർ പറയുന്നൊന്നും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. 5 വിരൽ ചേരട്ടെ. പെരുമഴ പെയ്യട്ടെ. പെരുമഴ. ഇടിവെട്ടട്ടെ, മിന്നലടിക്കട്ടെ, പെരുമഴ പെയ്യട്ടെ. നമ്മുടെ റിട്ടയറായി പോകുന്ന അധ്യാപകർക്കൊക്കെ മനസ്സ് കുളിർക്കട്ടെ. മഴ പെയ്യട്ടെ, ശക്തമായിട്ട് പെയ്യട്ടെ. ടീച്ചറെ, എന്തൊരു മഴയാ ടീച്ചറെ, ഒന്നും കേൾക്കുന്നില്ല.
ഈ മഴ എപ്പോഴാ ചോദ്യം ടീച്ചറെ പെയ്യട്ടെ പെയ്യട്ടെ. മനോഹരമായ മഴ, പൊടിച്ചെറിയുന്ന മഴ. 4 പേരിലേക്ക് മാറട്ടെ. 3 2 1. ഏതൊരു മഴയും ചോരും. ഒരിത്തിരി നേരം ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. മനസ്സിന് സുഖം കിട്ടിയില്ല. ഇപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു. ശശിമാഷകൻ നന്നായിട്ട് ചിരിച്ചു. മനസ്സ് കുട്ടിക്കാലത്തേക്ക് പോയി. കോരിച്ചൊരിയുന്ന മഴ ശരിക്കും നമ്മുടെ മനസ്സിൽ വന്നു. അപ്പം നമ്മുടെ വിരലുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. ഇനി ഞാനിപ്പം എറണാകുളത്ത് രാവിലെ 6 മണിക്ക് ട്രെയിൻ കയറിയതാണ്. 6 മണിക്ക് ട്രെയിൻ കയറണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 5 മണിക്ക് എണീച്ച് റെഡിയാവണം. 5 മണിക്ക് ഭാര്യ എഴുന്നേറ്റ് എനിക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ബാഗിൽ വെച്ച് തന്നിട്ടാണ് എന്നെ യാത്രയാക്കുന്നത്. 6 മണിക്ക് ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിൻ കോഴിക്കോടെത്തി. കോഴിക്കോട് നിന്ന് ഞാൻ കാറിൽ പത്തനാപുരത്തെത്തി. നമ്മളൊരു ട്രെയിനിനെ ഈ പത്തനാപുരം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിടുകയാണ്. ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴുണ്ട്. ഈ ഭാഗത്തിരിക്കുന്ന എല്ലാ കുട്ടികളും അധ്യാപകരും എൻ്റെ വലത് കൈയിലേക്കും, ഈ ഭാഗത്തിരിക്കുന്ന കുട്ടികളും അധ്യാപകരും എൻ്റെ ഇടത് കൈയിലേക്കും നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ കൈപ്പത്തി അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ കൈപ്പത്തി ഞാൻ തുറക്കുമ്പോൾ, വലത് കൈപ്പത്തി തുറക്കുമ്പം വലത് ഭാഗത്തിരിക്കുന്ന കുട്ടികളും അധ്യാപകരും ഒരു ക്ലാപ്പ് ചെയ്യണം. ഒരു ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലാപ്പ്, യൂണിഫോമിറ്റിയിലായിരിക്കണം. ചട്ടപ്പട്ടയെന്ന് അടിക്കരുത്. കൈ തുറക്കുമ്പോൾ ഇതൊരൊറ്റ ക്ലാപ്പ്, ഒരു ക്ലാപ്പ് ശക്തമായിട്ട് അടിക്കണം. ഒന്ന് നോക്കാട്ടോ. ഈ ഭാഗത്തിരിക്കുന്ന കുട്ടികളും അധ്യാപകരും. റെഡി? 1 2 ആൻഡ് ഒന്നുകൂടി. ഇപ്പോഴൊരു ചടപട വന്നിട്ടുണ്ട്. റെഡി? 1 2. ഓക്കെ. ഇനി ഇടത് ഭാഗത്തുള്ള കുട്ടികളും ടീച്ചേഴ്സും. ഇടത് കൈയിലേക്ക് നോക്കുക. ഇടത് കൈ തുറക്കുമ്പോൾ ഉടനെ നിങ്ങൾ അടിച്ചോളണേ. റെഡി? 1 2 ആൻഡ് ഓക്കെ. താളം തെറ്റിക്കരുത്. താളം തെറ്റിയ ട്രെയിനിൻ്റെ താളം തെറ്റും. ട്രെയിനിൻ്റെ താളം തെറ്റിയ ട്രെയിനിൻ്റെ പാളം തെറ്റും. പാളം തെറ്റിയ ട്രെയിൻ ഏതെങ്കിലും പുഴയിൽ വീഴും. നമ്മളെല്ലാവരും മയ്യത്താവും. അതുണ്ടാവരുത്. എല്ലാത്തിനും താളം വേണം. വാഹനങ്ങളിൽ ഏറ്റവും താളാത്മകമായിട്ട് സഞ്ചരിക്കുന്ന വാഹനം ട്രെയിനാണ്. ആ ട്രെയിനിനെയാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പം ട്രെയിൻ എറണാകുളത്ത് നിന്ന് പത്തനാപുരത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഒന്ന് ചൂളം വിളിക്കും. ചൂളം വിളി കഴിഞ്ഞ ഉടനെ എൻ്റെ 2 കൈകൾ ഉയരും. കൈ തുറക്കുമ്പോൾ മാത്രമേ കൈയടിക്കാവൂ കേട്ടോ. അപ്പോഴേ കറക്റ്റ് ട്രെയിൻ കറക്റ്റ് താളത്തിൽ പോകുള്ളൂ. റെഡി? ശരി. ഇത്രയും സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിന്റെ താളം മാറും. അതായത് മാവൂരൊക്കെ എത്തുമ്പോഴേക്ക് ട്രെയിനിന്റെ താളം മാറും. ട്രെയിൻ താളം മാറിയാൽ ട്രെയിനിന്റെ താളം ഇങ്ങനെയാണ്. ഇങ്ങനെ ക്ലാപ്പ് ചെയ്യണം. ഇനി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ. പത്തനാപുരത്ത് നിന്ന് ഒരു ട്രെയിനും യാത്രയായി. ശരി. ഇനി ഞാൻ ഒരു പാട്ട് പാടാം. ഈ പാട്ട് MAT മൂസ എന്ന പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗ്യമെന്ന് ഞാൻ പറയുന്നത് ലോകം മുഴുവനും സഞ്ചരിക്കാനുള്ള ഭാഗ്യം. എവിടെയൊക്കെ ലോകത്ത് മലയാളികളുണ്ടോ അവരെല്ലാവരുടെയും ആരാധന പിടിച്ചു പറ്റാൻ എനിക്കും പാത്തൂരും സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ കുട്ടിക്കാലത്ത് നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്വപ്നം കാണും. അതായത് അമേരിക്കയിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോയിട്ട് കങ്കാരുവിനെ കാണണം, ഒറീസയിൽ പോയിട്ട് സൂര്യക്ഷേത്രം കാണണം. ഇങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലാണ്. ഡൽഹി പോകണം, താജ്മഹൽ കാണണം. ഇതൊക്കെ കുട്ടിക്കാലത്തുള്ള ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങളെല്ലാം നടന്നത് മൂസ വന്നതിന് ശേഷമാണ്. ലോകം മുഴുവൻ പാത്തുവിൻ്റെ കയ്യും പിടിച്ച് അമേരിക്കയും ഓസ്ട്രേലിയയിലും ലണ്ടനും
എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ. കടൽ കിടന്ന് ദുബായിലേക്കൊക്കെ പോയത് 60-70 തവണയാണ്. പടച്ചോന് നന്ദി. എല്ലായിടത്തും പോകാനുള്ള ഭാഗ്യം. 5 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവ് ചെയ്യാതെ എല്ലാം സംഘാടകരെടുത്തുകൊണ്ട് നമ്മളെ കൊണ്ടുപോയി ഏറ്റവും മനോഹരമായ ഹോട്ടലുകളിൽ താമസിപ്പിച്ച് ഏറ്റവും നല്ല ഭക്ഷണം വാങ്ങിച്ചതുകൊണ്ട് നമ്മളെ തിരിച്ചുവിടുന്ന കാലം. അപ്പം ഇങ്ങനെ പോകുമ്പോഴെല്ലാം അവരാവശ്യപ്പെടും. MIT മൂസയുടെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു. ഈ ടൈറ്റിൽ സോങ് ഭയങ്കര ഹിറ്റാണ്. ഒരു സീരിയലിൻ്റെയും പാട്ട് ഇത്രയും ഹിറ്റായിട്ടില്ല. പണ്ടൊക്കെ ഒരു 7 വർഷം മുമ്പൊക്കെ 8:30 മണിക്ക് മീഡിയ വണ്ടിയിൽ MIT മൂസ തുടങ്ങുമ്പോൾ എല്ലാവരും TV-യുടെ മുന്നിൽ വന്നിരിക്കും. അപ്പോൾ ഈ MIT എന്ന് പറഞ്ഞ വണ്ടിയിൽ ഞാനിങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിങ്ങനെ വരും. മൂസക്കായുടെ ഒരു പാട്ട്. ഈ പാട്ട് ലോകം മുഴുവനും പോയിട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പാടാൻ പോകുന്നത്. എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. ഇതും നിങ്ങൾക്ക് ഉപകരിക്കും. ഫാത്തിമയുടെ കഥ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ നടനാവണം എന്നാഗ്രഹിച്ച ഒരാളാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഓൾ കേരള തലത്തിൽ നടന്നൊരു നാടക മത്സരത്തിൽ എനിക്ക് മികച്ച ബാലനടനുള്ള അവാർഡ് കിട്ടിയത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ്, ആദ്യത്തെ അവാർഡ്. അതിനുശേഷം സ്കൂളുകളിൽ മിമിക്രി മത്സരം, മോണോ ആക്ട് മത്സരം, പ്രച്ഛന്നവേഷം, ലളിതഗാനം, നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ, ഇങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി. സ്കൂളുകളിലൊക്കെ ടീച്ചർമാരുടെയും കുട്ടികളുടെയൊക്കെ വളരെ പ്രിയങ്കരനായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ ഡ്രോയിങ് ടീച്ചർ വന്നു. കണക്ക് മാഷ് ലീവായിരുന്നു. കണക്ക് മാഷ് ലീവായപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ അറിയോ, കണക്ക് പഠിക്കണ്ടല്ലോ. ഏറ്റവും പ്രയാസമുള്ള വിഷയം കണക്കായിരുന്നു. ഏറ്റവും കൂടുതൽ ഇമ്പോസിഷൻ കിട്ടിയതും അടി കിട്ടിയതും കണക്കിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അമ്മ വന്ന് എന്നെ തോണ്ടി വിളിച്ചിട്ട് A+B² എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A+B² = A² + 2AB + B² എന്ന് ഞാൻ ഇപ്പോഴും പറയും. ഇമ്പോസിഷൻ കിട്ടിയോണ്ടാണ്. ഡ്രോയിങ് മാഷ് വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഡ്രോയിങ് മാഷ് വന്നപ്പോൾ എല്ലാവരും ഡ്രോയിങ് പുസ്തകം കണ്ട് തുറന്നു വെച്ചു. ചിത്രം വരയ്ക്കാൻ പോവല്ലേ. മാഷ് മേശപ്പുറത്ത് കയറിയത് പുസ്തകം ഒന്നും ആരും തുറക്കണ്ട, കടച്ചിടും. ഇന്ന് നമ്മൾ ചിത്രം വരയ്ക്കുന്നില്ല. പകരം ഭാവിയിൽ നിങ്ങൾക്കൊക്കെ ആരാവണം എന്ന് ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഭാവിയിൽ ആരാവണം എന്ന് ചോദിച്ചു. അപ്പോ ഏറ്റവും മുൻപെഞ്ചിലിരിക്കുന്ന കുട്ടികളൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അവര് എണീറ്റ് നിന്ന് പറയാൻ തുടങ്ങി, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, കളക്ടർ, ടീച്ചർ എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ 2ാമത്തെ ബെഞ്ചിലേക്ക് എത്തി. ഈ 1ാമത്തെ ബെഞ്ചിലിരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം 10ാം ക്ലാസ് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. 2ാമത്തെ ബെഞ്ചിലും ഞാനില്ല, 3ാമത്തെ ബെഞ്ചിലും ഞാനില്ല, 4ാമത്തെ ബെഞ്ചിലും ഞാനില്ല, 5ാമത്തെ ബെഞ്ചിൽ ഞാനുണ്ട്. എൻ്റെ പുറകിൽ 4 ബെഞ്ച് കൂടി ഉണ്ട്. അത്ര ഓർത്താൽ മതി. അപ്പോൾ ഒരു ഏവറേജ് സ്റ്റുഡൻറ്റ്, കണക്കിനും ഇംഗ്ലീഷിനും ഹിന്ദിക്കും എപ്പോഴും തോൽക്കുന്ന ഒരു കുട്ടി. അതായിരുന്നു എൻ്റെ കണക്കൂട്ടൽ. അപ്പം അതിലൊരുപാട് അടി കിട്ടും, അടിയൊക്കെ സ്വീകരിക്കും. വീണ്ടും അടുത്ത വർഷം വരുമ്പോഴും ഞാൻ അതേപോലെ തന്നെ തോൽക്കും. എന്താണെന്നറിയില്ല, അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ കുട്ടികൾ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ബെഞ്ചിലേക്ക് എത്തി. 5ാമത്തെ ബെഞ്ചിലേക്ക് എത്തി. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നവനെ എഴുന്നേറ്റിട്ട് വക്കീ എന്ന് പറഞ്ഞു. ഞാൻ ഓനെ നോക്കി, അയ്യോ എൻ്റെ അത്രയും കൂടി പഠിക്കുന്നവനെ. അപ്പൊ ഓനെ ഉണ്ട കണ്ടിട്ട് എന്നെ നോക്കിയിട്ട് എന്താണ്ടോ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഭാവിയിൽ മാഷ് വന്ന് നോക്കാൻ നിൽക്കുക എന്ന് അവൻ പറഞ്ഞപ്പം എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. കള്ളം പറയാൻ വക്കീൽ ഞാൻ ആവൂല എന്ന് എനിക്ക് ഉറപ്പാണ്, ഡോക്ടർ ഞാൻ ആവൂല. പിന്നെ എന്തിനാ കള്ളം പറയണത്? ഞാൻ എഴുന്നേറ്റ് നിന്നപ്പം ക്ലാസ്സിലെ ബാക്കി 47 കുട്ടികളും ആകാംക്ഷയോടെ എന്നെ നോക്കി. കാരണം കുട്ടികൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ, ഒരു അധ്യാപകൻ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ അധ്യാപകന്റെ സ്ഥാനത്ത് വന്ന അധ്യാപകനെ അനുകരിക്കുന്ന ഒരു കുട്ടി ഞാനായിരുന്നു. അതിനെനിക്ക് കയ്യടി കിട്ടും. എല്ലാ ടീച്ചർമാരെയും അനുകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആകാംക്ഷയുടെ വിനോദം എന്ത് പറയുന്ന അറിയാൻ വേണ്ടി ഇങ്ങനെ നിന്നു. ഞാൻ കുറച്ച് നേരം എണീറ്റ് ഇങ്ങനെ നിന്നു. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചു എന്താ പറയേണ്ടത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാഷ് മേശപ്പുറത്ത് ചൂരിലോണ്ട് 2 അടി അടിച്ചിട്ട്, വിനോദ് പറയൂ, ഭാവിയിൽ ആരാവണം? ഉടനെ ഒരു ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു, സർ എനിക്ക് നടനാവണം എന്ന് പറഞ്ഞു. നടനാവണം എന്ന് പറഞ്ഞപ്പം എൻ്റെ ക്ലാസ്സിലെ കണ്ടോ, ഈ സ്കൂളിലെ കുട്ടികളൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളാണ്, നല്ല മനോഭാവമാണ് മക്കളെ. നിങ്ങൾ കൈയടിച്ചില്ലേ? എൻ്റെ ക്ലാസ്സിലെ 47 കുട്ടികളും കൂക്കി വിളിക്കുകയാണ് ചെയ്തത്. തന്നെ പരിഹസിച്ച് ചിരിച്ചു. ഡെസ്കിന്റെ മേലെ താളം പിടിച്ചുകൊണ്ട് അവർ വായൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചു നടനെന്ന് കേട്ടപ്പോൾ.
6ാം ക്ലാസ് പഠിക്കുന്ന ഈ 11 വയസ്സുകാരൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. പറയേണ്ടിയില്ലായിരുന്നു. ഒരുപാട് തവണ മനസ്സിനോട് ചോദിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഡോക്ടറെ പോലെയും എഞ്ചിനീയറെ പോലെയും കളക്ടറെ പോലെയുള്ള ജോലിയല്ല നടൻ എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ കണ്ണിൽ വെള്ളമൂറി. ഇപ്പം കരയുമെന്നൊരവസ്ഥയെത്തി. ഈ സമയത്ത് അധ്യാപകൻ മേശപ്പുറത്ത് വീണ്ടും 2 അടി ചുവരിലുണ്ട്. സൈലൻസ് സൈലൻസ്. കുട്ടികളൊക്കെ സൈലൻ്റായി. അധ്യാപകൻ മേശപ്പുറത്ത് ചുവരിലുമായിട്ട് ഇറങ്ങി എൻ്റെ നേരെ നടന്നു വരികയാണ്. കുട്ടികളൊക്കെ പ്രതീക്ഷിച്ചു ഇപ്പം കിട്ടും വിനോദനെന്ന്. ഞാനും പ്രതീക്ഷിച്ചു. ഇടയ്ക്കിടയ്ക്ക് കിട്ടണതല്ലേ, മേടിച്ചു കളയാം. അധ്യാപകൻ എൻ്റെ അടുത്തേക്ക് എത്തി. ഞാനിരിക്കുന്ന ബെഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് എന്നെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു അദ്ദേഹത്തിൻ്റെ വലത് കൈ കൊണ്ട്. എന്നാൽ അദ്ദേഹം എൻ്റെ നെറുകയിൽ ഒരു ഉമ്മ തന്നു എനിക്ക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വെരി ഗുഡ് വിനോദ്, ഒരാളെങ്കിലും വ്യത്യസ്തമായൊരാഗ്രഹം പറഞ്ഞല്ലോ എന്ന്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിലെ 47 കുട്ടികളും എനിക്കൊരു കയ്യടി തന്നു. ഒരു ഭീകര കയ്യടി, ആർക്കും കിട്ടാത്തൊരു കയ്യടി. ആ കയ്യടി അങ്ങോട്ട് കിട്ടിയപ്പോൾ എൻ്റെ കണ്ണിലൊക്കെ ഊരി വന്ന കണ്ണുനീര് എങ്ങോട്ട് പോയെന്ന് എനിക്കറിഞ്ഞില്ല. വളരെ ആത്മസംതൃപ്തിയോടെ, ഒരു പുഞ്ചിരിയോടെ ഞാൻ എൻ്റെ സീറ്റിലെത്തിയിരുന്നു. പിന്നെയും കുട്ടികൾ പറയാൻ തുടങ്ങി, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ എന്ന് പറഞ്ഞ് പലരും പറഞ്ഞു. കാലമേറെ ചെന്നു. ഇന്ന് ഞാൻ നടനാണ്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. പക്ഷെ എൻ്റെ ക്ലാസ്സിലെ 3 കുട്ടികളൊഴികെ ബാക്കി ആരും വാക്ക് പാലിച്ചിട്ടില്ല. 3 പേര് പറഞ്ഞ പോലെയായി. 2 പേര് ഡോക്ടറുമായി, ഒരാൾ എഞ്ചിനീയറുമായി. ബാക്കി എല്ലാവരും വാക്ക് തെറ്റിച്ചു. അവരൊക്കെ എപ്പോഴും ഞാൻ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഞാൻ കാണും. ഈ ഒരു 10 ദിവസം മുമ്പ് ഞാൻ ദുബായിൽ പോയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരനെ കണ്ടു. അവൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, പണ്ട് ഭാവിയിൽ ആരാവണമെന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ വിനോദ് അന്ന് പറഞ്ഞിരുന്നു നടനാവണമെന്ന്. അന്നൊക്കെ ഞങ്ങൾ വിനോദിനെ കളിയാക്കി. ഇന്നിപ്പം വിനോദിനെ കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുകയാണ് എന്നൊക്കെ അവൻ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ സത്യത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഭ്രാന്താന്ന് വരെ പറഞ്ഞിരുന്നു. കാരണം 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് പാസ്സാകുമ്പോൾ നോട്ട് പുസ്തകങ്ങൾ ഫ്രീ ആയിരുന്നു. ഈ നോട്ട് പുസ്തകത്തിൽ മമ്മൂട്ടിയുടെ ചിത്രം വെട്ടിയെടുത്ത് ഒട്ടിക്കലായിരുന്നു എൻ്റെ പണി. പത്രത്തിലും മാസികയിലും വരുന്ന മമ്മൂട്ടിയുടെ ചിത്രം എടുത്ത് ഒട്ടിച്ചിട്ട് ഈ വട്ടെടുത്തിട്ട് അത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ആ പുസ്തകം മുഴുവൻ നിറച്ച് വയ്ക്കുക. ഇതെൻ്റെ ഹോബിയായിരുന്നു. അമ്മ പറയും, വട്ടായി പോകട്ടോ മോനെ എനിക്ക് എന്ന് പറയും അമ്മ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വപ്നം കാണും മമ്മൂട്ടിയെ. ഞാൻ പിറ്റേന്ന് രാവിലെ എണീച്ച് അമ്മേൻ്റെ അടുത്ത് അടുക്കളയിൽ പോയിട്ട്, അമ്മേ ഞാൻ മമ്മൂട്ടീനെ സ്വപ്നം കണ്ട അമ്മേ, മമ്മൂട്ടി നമ്മളെ വീട്ടിൽ വന്ന് പുട്ടും കടലയും തിന്നണം. അപ്പോഴും അമ്മ പറയും, മോനെ എനിക്ക് വട്ടായി പോകട്ടോ. അമ്മ പോയിട്ട് അച്ഛൻ്റെ അടുത്തും പറയും, നോക്കി ഓനെന്തോ കുഴപ്പമുണ്ട് കേട്ടോ, മമ്മൂട്ടീനെയൊക്കെ സ്വപ്നം കാണും, ഇവിടെ മമ്മൂട്ടിക്കാനൊക്കെ കണ്ടോടോ ഓന് എന്നൊക്കെ ചോദിക്കുക അമ്മ. നിരുത്സാഹപ്പെടുത്തുക, നിരന്തരം നിരുത്സാഹപ്പെടുത്തുക. അപ്പോഴും ഞാൻ അവരെ നിങ്ങൾ മിണ്ടാടക്കി അതൊക്കെ ഞാൻ കാണും, അമ്മക്കനെ എനിക്ക് കാണാൻ പറ്റും എന്നൊക്കെ ഞാൻ പറയും. അതുപോലെ വിമാനം മാനത്തോടെ പറക്കുമ്പോൾ, ഏറ്റവും പൊട്ടുപോലെ വിമാനം മാനത്തോടെ പറക്കുമ്പോൾ മുറ്റത്തേക്ക് ഓടി വന്നിട്ട് ആ വിമാനത്തിനെ ഞാനിങ്ങനെ നോക്കും. വിമാനം കൺമുമ്പിൽ നിന്ന് മറയുന്നത് വരെ നോക്കും. എന്നിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് ഓടി വന്ന് ചോദിക്കും, അമ്മേ എനിക്ക് എന്തെങ്കിലും വിമാനത്തിൽ കയറാൻ പറ്റും അമ്മേ? അപ്പോഴും അമ്മ പറയും, മോനെ അനക്ക് വല്ലാത്ത മോഹമാണല്ലോ, നമ്മുടെ വീടും കുടിയൊക്കെ ഈ കണ്ടല്ലേ, ഈ നാരായണേട്ടൻ്റെ ഓട്ടോറിക്ഷ പോയി കയറിക്കാൻ തൽക്കാലം. അപ്പോഴും അമ്മ എന്നെ കളിയാക്കും. പിറ്റേന്നും ഈ വിമാനം ആകാശത്തോടെ പോകുമ്പോൾ ഞാൻ മുറ്റത്തിറങ്ങി ഞാൻ വിമാനം കൺമുമ്പിൽ മറയുന്നത് വരെ നോക്കും. എന്നിട്ട് എൻ്റെ മനസ്സിനോട് ഞങ്ങൾ പറയും, കയറും ഞാൻ, ഒരു ദിവസം ഞാൻ കയറും, അമ്മയ്ക്ക് എന്തും പറഞ്ഞോട്ടെ. മക്കളെ, നിരന്തരമായി സ്വപ്നം കണ്ട നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. നിരന്തരമായിട്ട് സ്വപ്നം കണ്ടാൽ നമുക്ക് ആ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ എൻ്റെ 2 സ്വപ്നങ്ങളും പൂർത്തീകരിച്ചു. ഒരുപാട് മമ്മൂക്കയുടെ കൂടെ 4 സിനിമയിൽ അഭിനയിച്ചു. മമ്മൂക്കയുമായിട്ട് വലിയൊരു ആത്മബന്ധമുണ്ടാക്കി. എൻ്റെ 3 ഷോർട്ട് ഫിലിമുകൾ മമ്മൂക്കയുടെ പേജിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഷോർട്ട് ഫിലിമിന് ദേശീയ അംഗീകാരം കിട്ടിയപ്പം എന്നെ ആദ്യം വിളിച്ച് അഭിനന്ദിച്ചത് മമ്മൂക്ക എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ടപ്പം അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഈ മനുഷ്യൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടല്ലോ, ഈ മനുഷ്യൻ്റെ മൊബൈലിൽ എൻ്റെ പേര് ഫീഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ ഈ സന്തോഷം കാണാൻ എൻ്റെ അമ്മ കൂടെ ഇല്ലാതെ. അമ്മയ്ക്ക് എന്നെ അത്രയും നിരുത്സാഹപ്പെടുത്തിയിരുന്നു. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത് കാണാൻ അമ്മ നിന്നില്ല. അതുപോലെ വിമാനത്തിൽ ഒരു തവണ കയറണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഇപ്പം എത്ര തവണ വിമാനത്തിൽ കയറിയെന്ന് എനിക്കറിയില്ല. ഇനിയും കയറാൻ കിടക്കുകയാണ്. ദൈവത്തിന് നന്ദി, പടച്ചോന് നന്ദി. ഞാൻ പറഞ്ഞു വന്നത്, മക്കളെ, നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ ഈ സമയം മുതൽ സ്വപ്നം കാണണം. ഞാൻ 6ാം ക്ലാസ് മുതൽ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
നിങ്ങളൊക്കെ സമയം വൈകിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോഴും വൈകച്ചത്തിലിരുന്ന് പഠിച്ച ഒരു പെൺകുട്ടി കളക്ടറായിട്ട് വരാൻ പോവുകയാണ്. ഇപ്പൊ സബ് കളക്ടറാണ്, ഇനി ഇവിടെ കളക്ടറാണ്. ശ്രീധന്യക്ക് IAS കിട്ടിയെന്ന വാർത്ത കേട്ടപ്പോൾ ശ്രീധന്യയുടെ വീട്ടിൽ പോയി ശ്രീധന്യയെ കണ്ട അവൾക്ക് സമ്മാനം കൊടുത്ത ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ അവളുടെ വീട് കണ്ട് ഞെട്ടിപ്പോയി. എനിക്ക് ഇരിക്കാൻ ഒരു സ്റ്റൂള് പോലും തരാനില്ലാത്തൊരു വീട്ടിലാണ് ആ കുട്ടി. ഇരുന്ന് പഠിക്കാൻ ഒരു മേശ പോലും ഇല്ലാത്ത വീട്ടിൽ ചിമ്മിണി വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് ഒരു ആദിവാസി പെൺകുട്ടി പരീക്ഷ എഴുതി വിജയിച്ചു. അവൾ IAS കാരിയായി. അവൾ അസിസ്റ്റന്റ് കളക്ടറായിട്ട് കോഴിക്കോട് ചാർജ് എടുത്തു. ഇപ്പൊ ശ്രീധന്യയുടെ ഒരു പുസ്തകമുണ്ട്, വായിക്കണം കേട്ടോ മക്കളെ. മൊബൈൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, TV കണ്ടിട്ടും കാര്യമില്ല. വായിച്ചാലേ നമ്മൾ വളരൂ. പണ്ട് കുഞ്ഞിനെ മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് കുഞ്ഞിനെ മാഷ് പറഞ്ഞത്. നന്നായിട്ട് വായിക്കണം. ഈ ശ്രീധന്യയുടെ ജീവചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ശ്രീധന്യ അനുഭവിച്ച പോലെ ഒരു പട്ടിണി കേരളത്തിൽ ഒരു കുട്ടിയും അനുഭവിക്കുന്നില്ല. 4 നേരം ഭക്ഷണം കഴിക്കാൻ പോലും ആ കുട്ടിക്ക് വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. രാവിലെ കഴിച്ചു പോയാൽ പിന്നെ സ്കൂൾ വിട്ട് വന്നാലേ എന്തെങ്കിലും കിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും ഇല്ല. ചിമ്മിണി വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഇന്ന് ദുനിയാവിലുണ്ടോ? ഇല്ല. എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ശ്രീധന്യയെ മാതൃകയാക്കണം. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അബ്ദുൽ കലാം ഉണ്ട്, നമ്മുടെ പഴയ രാഷ്ട്രപതി KR നാരായണൻ. പട്ടിണി ദാരിദ്ര്യമായിരുന്നു, അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് മാറി. കഥകൾ വായിക്കുമ്പോൾ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. എനിക്ക് എപ്പോഴും ഉള്ളൊരു ധൈര്യം അതാണ്. ഇപ്പൊ നിങ്ങൾ എൻ്റെ മുന്നിലിരുന്നാൽ ഒരു 3 മണിക്കൂറോളം ആകാശത്തിന് താഴെയുള്ള ഏത് വിഷയത്തെക്കുറിച്ചും എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് വായന കൊണ്ടുണ്ടായതാണ്. കുട്ടിക്കാലത്ത് ലൈബ്രറികളിൽ പോയി പുസ്തകമെടുത്ത് വായിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകളാണ്. പ്രത്യേകിച്ച് ജീവചരിത്രങ്ങൾ വായിക്കുമ്പം അതിന് വല്ലാത്തൊരു സുഖമാണ്. ഒരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ വായിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനും ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചത്. ഞാൻ 2 പുസ്തകം കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് ഇതിനു മുമ്പ്. 3ാമത്തെ പുസ്തകത്തിന്റെ രചനയിലാണ് ഇപ്പോൾ. എൻ്റെ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഒരു 10-30 വർഷത്തിനുള്ളിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം എഴുതിയിട്ടുണ്ട്. ശരി, അപ്പൊ നമ്മള് ആ ഒരു മോട്ടിവേഷൻ കഥയും പറഞ്ഞു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ സ്കൂളിൽ ഞാൻ കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂൾ, വലിയ പണക്കാരുടെ സ്കൂളിലാണ് എൻ്റെ അച്ഛനെ എന്നെ കൊണ്ട് ചേർത്തത്. ഈ സ്കൂളിന് എല്ലാ വർഷവും 100% വിജയമായിരുന്നേ. ഞാൻ 10ാം ക്ലാസ് എത്തിയ വർഷം അവിടുത്തെ ഹെഡ്മാസ്റ്റർ ഒരു പള്ളിയിലച്ഛനാണ്. ഈ പള്ളിയിലച്ഛൻ എന്നെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, വിനോദേ, ഒരു അപേക്ഷയുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ 100% കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം എനിക്ക് നല്ല പേടിയുണ്ട് അത് നഷ്ടപ്പെടുമെന്ന്. ആ പേടിയുടെ കാരണം നീയാണ്, എന്നെ ചൂണ്ടിയിട്ട്. കാരണം ആരക്കല പരീക്ഷയിലും ഞാൻ ഇംഗ്ലീഷിലും കണക്കിലും തോറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിനോദ് ഇത്തവണ പരീക്ഷ എഴുതണ്ട, അടുത്ത തവണ നന്നായിട്ട് പഠിച്ചിട്ട് പ്രൈവറ്റായിട്ട് എഴുതിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ പറയരുത്, ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്നെ കളിയാക്കും സാർ, ഞാൻ ജയിച്ചോളാം, ഇനിയും പരീക്ഷയ്ക്ക് 3 മാസം സമയമുണ്ടല്ലോ, ഞാൻ പഠിച്ച് ജയിച്ചോളാം. എങ്ങനെ വിനോദേ? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തീരെ പ്രതീക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച്. ഞാൻ കരഞ്ഞ് ഭയങ്കര പ്രശ്നമായപ്പം അദ്ദേഹം പറഞ്ഞു, നീ നാളെ അച്ഛനെയും കൂട്ടി വാ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. പിറ്റേന്ന് ഞാൻ അച്ഛനെയും കൂട്ടി വന്നു. അച്ഛനോട് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ പറയുന്നുണ്ട്, ഹെഡ്മാസ്റ്റർ ഇതേ പറയുള്ളൂ, അച്ഛാ വാക്ക് പൊട്ടിക്കരുത്, ഞാൻ പഠിച്ച് ജയിച്ചോളൂ. അച്ഛനും പറഞ്ഞു, സാറേ അവനൊരു അവസരം കൊടുക്കും, അവൻ ജയിച്ചോളൂ. അവസാനം അച്ഛൻ്റെ സങ്കടം കണ്ടിട്ട് ഹെഡ്മാസ്റ്റർ എന്ത് പണിയെന്ന് പറയുമോ, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ വിനോദ് 8:30 മണിക്ക് സ്കൂളെത്തണം. 8:30 മണി മുതൽ 10 മണി വരെ ഇവിടുത്തെ മാത്സ് അധ്യാപകൻ വിനോദിന് സ്പെഷ്യൽ ക്ലാസ് തരും. ഫീസൊന്നും കൊടുക്കണ്ട, എൻ്റെ വക. വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വിനോദ് പോകരുത്, 5:30 മണിക്ക് വിനോദ് പോവാവൂ. വൈകുന്നേരം ഇംഗ്ലീഷ് ടീച്ചർ വിനോദിന് ക്ലാസ് എടുക്കും. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും അത് നടപ്പിലാക്കും. സമ്മതിച്ചു. അങ്ങനെ എൻ്റെ അച്ഛൻ അതിരാവിലെ എന്നെ സ്കൂളിൽ കൊണ്ടുവിടും. സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വീട്ടിലെത്തി കളിക്കാൻ തുടങ്ങുമ്പോഴും ഞാൻ സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കുകയാണ്. പക്ഷേ സ്കൂളിൻ്റെ മാനം ഞാൻ കാത്തു. റിസൾട്ട് വന്നപ്പോൾ 100% ആ വർഷവും കിട്ടി. ഇല്ലെങ്കിൽ ഞാൻ കാരണം ആ സ്കൂളിൻ്റെ പേര് നഷ്ടപ്പെടുമായിരുന്നു. അവിടെയും ശ്രമമാണ്. ആ 3 മാസം കൊണ്ട് സ്കൂളിൻ്റെ പേര് മോശമാക്കരുത് എന്ന് കരുതി നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് ജയിക്കാൻ സാധിച്ചു. SSLCക്ക് മാത്രമേ ഉള്ളൂ ഇത്ര പ്രശ്നം. പ്രീ ഡിഗ്രിയൊക്കെ പുഷ്പം പോലെ ജയിച്ചു, ഡിഗ്രിയും പുഷ്പം പോലെ ജയിച്ചു. അതിനുശേഷം ഹോട്ടൽ മാനേജ്മെന്റ് അതും പുഷ്പം പോലെ ജയിച്ചു. ജോലിക്കൊന്നും ശ്രമിച്ചില്ല ഞാൻ.
കലാകാരനായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരൊറ്റ വാശിയിൽ ഞാൻ നിന്നു. ഇതിന് ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ട് അമ്മയോടും അച്ഛനോടും. എൻ്റെ അമ്മയും അച്ഛനും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആക്കണമെന്ന് വലിയ മോഹം. ബാങ്ക് ടെസ്റ്റ് എഴുതാനൊക്കെ അച്ഛൻ 10 രൂപയിൽ നിന്ന് പറഞ്ഞു വിടുമെന്നെ. ഞാൻ ആ 10 രൂപ കൊണ്ട് സിനിമയ്ക്കാണ് പോവുക. ബാങ്ക് ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടില്ല. PSC ടെസ്റ്റ് എഴുതാൻ പോയിട്ടും ഞാൻ അച്ഛനെ കുറേ പറ്റിച്ചിട്ടുണ്ട്. എനിക്ക് കലാകാരനാവണം. അങ്ങനെ അവസാനം എൻ്റെ വീട്ടിൽ ദൈവദൂതനെ പോലെ ഒരാൾ വന്നു. അദ്ദേഹമാണ് എൻ്റെ രക്ഷകനായത്. മറ്റാരുമല്ല മക്കളെ, നിങ്ങൾക്കൊന്നും കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയ എൻ്റെ മുന്നിലിരിക്കുന്ന റിട്ടയർഡ് ആവുന്ന അധ്യാപകരൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം ആ അധ്യാപകനെ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷ്. ഈ കുഞ്ഞുണ്ണി മാഷിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പലയിടത്തും അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞിരുന്നു. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു, സന്തോഷമായിരുന്നു. അത്രയും അറിയപ്പെടുന്ന ഒരു കവി. ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നു. പത്രത്തിലും പുസ്തകങ്ങളിലൊക്കെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളും കഥകളൊക്കെ വരുമ്പം അത് വായിച്ച് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തോട് ആരാധനയായിരുന്നു. ഈ ആരാധന പിന്നെ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള വലിയൊരു ബന്ധമായി. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കൽ വിനോദിന്റെ വീട്ടിൽ വരുന്നുണ്ട്. വയസ്സാങ്കാലത്താണ് പറയുന്നത്. ഞാനത് തീരെ വിശ്വസിച്ചില്ല. അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞുണ്ണി മാഷ് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ അമ്മയും അച്ഛനും ഞെട്ടി. ഒരു ദിവസം എൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങി പിറ്റേന്ന് രാവിലെയാണ് പോകുന്നത്. പിറ്റേന്ന് രാവിലെ പോകുമ്പം എൻ്റെ അമ്മ കുഞ്ഞുണ്ണി മാഷോട് പറഞ്ഞു, മാഷേ, ഇവൻ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല മാഷേ, ഇവനൊരു പെണ്ണൊക്കെ കെട്ടേണ്ട മാഷേ, ഇവൻ ഇങ്ങനെ കലാപരിപാടി നടന്നാൽ മതിയോ മാഷേ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞുണ്ണി മാഷ് എൻ്റെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു. കാരണം കുഞ്ഞുണ്ണി മാഷ് ചെറുതാ, എൻ്റെ എത്രയേ ഉള്ളൂ കുഞ്ഞുണ്ണി മാഷ്. അപ്പം അമ്മയെ വിളിച്ചു. അമ്മ ഇങ്ങനെ താഴ്ന്ന് കുഞ്ഞുണ്ണി മാഷത്ത് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് ചവിട്ടിൽ ചോദിച്ചു, എന്താ മോന് പേരിട്ടിരിക്കണേ എന്ന് ചോദിച്ചു. നല്ല പ്രായ സമയട്ടോ, മരിക്കണേൻ്റെ ഒരു 3 മാസം മുമ്പ്. അത് എന്താ മോന് പേരിട്ടിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, വിനോദ് എന്നാണ്. അതാ കുഴപ്പമായത്, ആ പേരിടാൻ പാടില്ലായിരുന്നു. വിനോദ് എന്ന് പറഞ്ഞാൽ എന്താ? വിനോദിപ്പിക്കുന്നവൻ. അവൻ ആ പണി ഭംഗിയായിട്ട് ചെയ്യണ്ടല്ലോ. അപ്പൊ അവനെ ജോലിക്കൊന്നും നിർബന്ധിക്കണ്ട. അവനെ അറിയപ്പെടുന്ന കലാകാരനായിട്ട് മാറും. ഇതെന്റെ വാക്കാ എന്ന് 25 വർഷം മുമ്പ് കുഞ്ഞുണ്ണി മാഷ് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞതാണ്. എൻ്റെ അമ്മയുടെ കണ്ണു നിറഞ്ഞു. അമ്മ കുഞ്ഞുണ്ണി മാഷെ ചേർത്ത് പിടിച്ചു. ഞാനും മാഷിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. സ്വർഗത്തിലിരുന്ന കുഞ്ഞുണ്ണി മാഷും ഈ കഥ കേൾക്കുന്നുണ്ടാവാം. നേരത്തെ ഫാത്തിമയും കേട്ടു. പ്രിയപ്പെട്ടവരൊക്കെ പോവുകയാണ്. പക്ഷെ എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടാണ് അവരൊക്കെ പോയത്. കുഞ്ഞുണ്ണി മാഷോട് ഞാൻ പറഞ്ഞത്, മാഷേ, എനിക്ക് അധ്യാപകനാവാൻ വലിയ ഇഷ്ടമുണ്ട്. കാരണം ഞാൻ കുട്ടികളെ കുറേ ട്യൂട്ടോറിയൽ കോളേജിൽ പോയി കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് എൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മാഷോട് പറഞ്ഞു, മാഷെ ഞാൻ B.Ed പോയാലോ? അപ്പോൾ മാഷ് പറഞ്ഞു, വേണ്ട, നീ B.Ed പോയാൽ അധ്യാപകനായ നിന്നെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ ഉപകരിക്കുള്ളൂ. അത് വേണ്ട, നീ പരിശീലകനാവുക. അപ്പം നിന്നെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഉപകരിക്കും. അത് കേട്ട് ഞാൻ പരിശീലകനാവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ. ഡൽഹിയിൽ വിശ്വയുവ കേന്ദ്ര എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പോയി പങ്കെടുത്തു 2 ആഴ്ച. അവിടെ നിന്ന് ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കിയിട്ട് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി കുട്ടികൾക്ക് പല വിഷയങ്ങളിൽ. പിന്നെ അത് അധ്യാപകരിലെത്തി. പലർക്കും, അമ്മമാർക്ക്, എല്ലാ ഗ്രൂപ്പിനും ക്ലാസ് എടുക്കാനുള്ള ധൈര്യമായി. സത്യമാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. കേരളം മുഴുവനുള്ള സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കല അത്ര മോശം കാര്യമൊന്നുമല്ല. ഒപ്പന കളിക്കാൻ ഒരു 7 പെൺകുട്ടികളെ വേണം. നന്നായിട്ട് ഒപ്പന കളിക്കാൻ അറിയുന്ന ഒരു 6 പെൺകുട്ടികളും മണവാട്ടിയായിട്ടിരിക്കാൻ ഒരു പെൺകുട്ടിയെയും എനിക്ക് വേണം. ആര് വയ്ക്കും? ഞാനാണ് സ്റ്റെപ്പൊക്കെ പറഞ്ഞുതരാം. പാട്ടിനെ പറ്റി മനസ്സിലാക്കി വേണ്ട. ആ പാട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ ഒപ്പന കളിക്കും. വെരി മക്കളെ, അയ്യയ്യയ്യയ്യേ, ഇങ്ങനെയൊക്കെ നാടിച്ചിരുന്നാൽ എങ്ങനെയാണ്? ഇതാ ടീച്ചർമാരൊക്കെ ചൂണ്ടിക്കാണിക്കണം. ആ ചൂണ്ടിക്കാണിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങോട്ട് പോരൂ. ഫൗസീന, ഷൈന, മുകുൽസോ, ഫാത്തിമ, വാ പോര് മോളെ, വാ 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 വാ. മക്കൾക്കൊന്ന് വഴി കൊടുക്കും. ഇവിടെ ചെറിയൊരു വഴി കൊടുക്കും. വരൂ മക്കളെ. അവര് ചേർന്ന് വാ മക്കളെ, കയറി വാ. കയറി വാ സ്റ്റേജിലേക്ക്. ഷർഫോത്ത ഇങ്ങോട്ട് വരൂ. ഷർഫോത്ത പുതിയാണ്. വരും. അതൊരു ആഗ്രഹമാണ്. മക്കൾക്കൊരു സന്തോഷമാണ്. മക്കളെ കയറി. മക്കളെ
വലതുകാലം വെച്ച് കയറി എല്ലാവരും. നിങ്ങൾ വാട്സപ്പ് വഴിയാണ് എല്ലാ ബന്ധങ്ങളും നടക്കുന്നത്. പിന്നെ മാഷയും കാണാം, സ്കൂളിലും വരാം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ രാവിലെ അറിയാലോ എൻ്റെ ഒരു കഷ്ടപ്പാട്. 6 മണിക്ക് അവിടെ നിന്ന് യാത്ര തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ നിലമ്പൂരിലെ സ്കൂളിൽ വൈകുന്നേരം പരിപാടി കണ്ട് രാത്രി 9 മണിയിട്ട് ട്രെയിനിന് വേണം ഞാൻ എറണാകുളത്തേക്ക് ചെല്ലാൻ. അവിടെ എത്തുമ്പോൾ 2:30 മണിയാണ്. നാളെ രാവിലെ 10 മണിക്ക് എനിക്ക് ഗുരുവായൂരിലൊരു അമ്പലത്തിനടുത്തൊരു സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോകാനുണ്ട്. ഇങ്ങനെ യാത്രയാണ്, പക്ഷെ സുഖമുള്ള യാത്രയാണ്, മനസ്സിന് സന്തോഷമാണ്. ഓരോ സ്കൂളിൽ ചെല്ലുമ്പോഴും ഒരുപാട് അധ്യാപകരെ കാണാം, ഒരുപാട് കുട്ടികളെ പരിചയപ്പെടാം. കുട്ടികൾ ആരും ഇത് മറക്കില്ല എന്നിപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ വാക്കൊക്കെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. പരിപാടി കണ്ടിട്ട് ഞാനിപ്പോൾ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ രസമുണ്ടായി. ട്രെയിനിൽ ഞാനിരിക്കുമ്പം ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് ഉറങ്ങി ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കണോ. അപ്പം ഞാനൊന്ന് കാതോർത്ത് നോക്കിയപ്പം ഒരാൾ മൊബൈലിൽ MAT മൂസ കാണുകയാണ്, ഒരാൾ അപ്പുറത്ത് മറിവായം കാണുന്നു, ഒരാൾ മുന്നിൽ നിന്ന് മറിവായം കാണുന്നു. എല്ലാവരും എൻ്റെ പരിപാടി. അപ്പം എന്നെ കണ്ടിട്ടുണ്ട്, ഉറങ്ങിയതുകൊണ്ട് എന്നെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് അവരെന്നെ വിളിക്കത്ത്. പക്ഷെ എന്നെ കണ്ടപ്പം ഇതെടുത്ത് കാണുകയാണ്. അങ്ങനെ ഷൊർണൂർ എത്തിയപ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ സമയത്താണ് ഇവരൊക്കെ വന്ന് എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പം ആളുകളുടെ സന്തോഷം വലുതാണ്. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഇതുപോലൊരു വിനോദ് കോവരായിട്ട് ജനിക്കണം, ഇതുപോലൊരു മൂസക്ക എന്നുള്ള കഥാപാത്രം ചെയ്യാൻ സാധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കുറച്ചാൻ സാധിച്ചു തരട്ടെ. എന്തായാലും ഇവിടുന്ന് റിട്ടയർ ആവുന്ന അധ്യാപകർക്ക് ഇനിയുള്ള കാലം സന്തോഷകരമാവട്ടെ. അവരുടെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം സന്തോഷകരമായിട്ട് ജീവിക്കട്ടെ. മക്കൾ സ്കൂളിൻ്റെ മാനം കാത്തുകൊണ്ട് വേണം നിങ്ങളിവിടെ പഠിക്കാൻ. ഇനി അങ്ങോട്ടുള്ള കാലം നന്നായിട്ട് പഠിക്കണം. നിങ്ങളെല്ലാവരും സ്കൂളിന് നല്ല പേര് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അനുസരണയുള്ള കുട്ടികളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ പല സ്കൂളുകളിലും ചെന്നാൽ ഇത്ര അച്ചടക്കം കാണാറില്ല. അത് ഞാൻ എടുത്തു പറയുകയാണ്. ഇവിടെ ഒരു കുട്ടി പോലും അനാവശ്യമായിട്ടൊരു സംസാരമോ ഒന്നുമില്ല. ചില സ്കൂളിലൊക്കെ ചെല്ലുമ്പം കുട്ടികൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഒരു ഭാഗത്ത് കുട്ടികൾ എൻ്റെ സംസാരമൊന്നും കേൾക്കാതെ കുട്ടികൾ അവിടുന്ന് വേറെ സംസാരം, പിന്നെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അവിടുന്ന് പുറകുന്ന ആ പാട്ട് ഇഷ്ടമായില്ല വേറെ പാടി എന്നൊക്കെ പറയും. ആകെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ സങ്കടമാവും. കാരണം കുട്ടികളാണ്, കുട്ടികൾക്ക് ഇപ്പോൾ പഴയ പാട്ടൊന്നും പാടുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. അവർക്ക് ഇപ്പോഴത്തെ പുതിയ പാട്ട് വേണ്ടി വരും. ഞാനൊരു പയ്യ മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് അത് പറ്റില്ല എന്ന് ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ശബ്ദം ഇന്ന് ഭയങ്കര, ഞാൻ ഈ പാട്ട് പാടുമ്പോഴൊക്കെ പേടിച്ചുകൊണ്ടാണ് ഞാൻ പാടുന്നത്. എപ്പോഴെങ്കിലും എൻ്റെ ശബ്ദം നിന്ന് പോകുമെന്ന് ഇതുവരെ നിന്നിട്ടില്ല. ഇനി വൈകുന്നേരം ആ സ്കൂളിലും ഇത്രയും നേരം ഒരു ശബ്ദം കിട്ടണം, നാളെയും കിട്ടണം. അപ്പം വരാനിരിക്കുന്ന MAT മൂസയുടെ എപ്പിസോഡുകൾ മറിമായത്തിൻ്റെ എപ്പിസോഡുകൾ എല്ലാ ശനിയും ഞായറും 9:30 മണിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തും. പഠനത്തോടൊപ്പം കലയിലും സ്പോർട്സിലും ശാസ്ത്രമേളകളിലും ഉൾപ്പെടെ എല്ലാ രംഗത്തും തിളങ്ങുന്ന സ്ഥാപനമാണ് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു കുട്ടിയുടെ സമ്പൂർണ്ണ വികാസത്തിന് പഠനത്തോടൊപ്പം അവരുടെ ഹോബി കൂടി വളരണം. മാനസികവും ശാരീരികവുമായ വികാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാവണം. മൂർക്കനാട് സുബുലുസ്സലാം സ്കൂളിൽ സ്പോർട്സിലും ഫുട്ബോളിലും നല്ല പരിശീലനങ്ങൾ നൽകി വരുന്നു. കലാമേളയിൽ ഒട്ടുമിക്ക വർഷങ്ങളിലും ഓവറോൾ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് മൂർക്കനാട് സ്കൂളാണ്. ശാസ്ത്രമേളകളിൽ വലിയ മുന്നേറ്റമാണ് സുബുലുസ്സലാം സ്കൂളിനുള്ളത്. സ്കൂളിൽ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. സ്കൂൾ ക്യാമ്പസിൽ നിറയെ മരങ്ങളും അതിനു ചുറ്റും കുട്ടികൾക്ക് ഇരിക്കുവാൻ സീറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. വിശാലമായ ലൈബ്രറിയും അഡൽ തിങ്കറിംഗ് ലാബും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ മൂർക്കനാട് സുബുലുസ്സലാം സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ്. കുട്ടികൾ ഈ ഗാർഡനിൽ വന്നിരുന്ന് വളരെ സന്തോഷത്തോടെ പഠനകാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നു, എന്റെ സ്കൂൾ എന്റെ അഭിമാനം.
പഠനത്തോടൊപ്പം കലയിലും സ്പോർട്സിലും ശാസ്ത്രമേളകളിലും ഉൾപ്പെടെ എല്ലാ രംഗത്തും തിളങ്ങുന്ന സ്ഥാപനമാണ് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു കുട്ടിയുടെ സമ്പൂർണ്ണ വികാസത്തിന് പഠനത്തോടൊപ്പം അവരുടെ ഹോബി കൂടി വളരണം. മാനസികവും ശാരീരികവുമായ വികാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാവണം. മൂർക്കനാട് സുബുലുസ്സലാം സ്കൂളിൽ സ്പോർട്സിലും ഫുട്ബോളിലും നല്ല പരിശീലനങ്ങൾ നൽകി വരുന്നു. കലാമേളയിൽ ഒട്ടുമിക്ക വർഷങ്ങളിലും ഓവറോൾ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് മൂർക്കനാട് സ്കൂളാണ്. ശാസ്ത്രമേളകളിൽ വലിയ മുന്നേറ്റമാണ് സുബുലുസ്സലാം സ്കൂളിനുള്ളത്. സ്കൂളിൽ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. സ്കൂൾ ക്യാമ്പസിൽ നിറയെ മരങ്ങളും അതിനു ചുറ്റും കുട്ടികൾക്ക് ഇരിക്കുവാൻ സീറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. വിശാലമായ ലൈബ്രറിയും അഡൽട്ട് തിങ്കറിംഗ് ലാബും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ മൂർക്കനാട് സുബുലുസ്സലാം സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ്. കുട്ടികൾ ഈ ഗാർഡനിൽ വന്നിരുന്ന് വളരെ സന്തോഷത്തോടെ പഠനകാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നു, എന്റെ സ്കൂൾ എന്റെ അഭിമാനം.